ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ ആൽമ മാറ്റർ എസ് ബി കോളേജിനെ കുറിച്ചാണ് എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ഞങ്ങളുടെ ഒരുമിച്ച് പഠിച്ച ഒരേ സ്ഥാപനത്തിൽ അതിൻ്റെ മധുരിക്കുന്ന ഓർമ്മകൾ പങ്കുവെക്കാനാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നെക്കുറിച്ചും എൻ്റെ ഒരു പശ്ചാത്തലവും പറയാം. ഞാൻ റിട്ടയർ ചെയ്തത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD, ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട്. പക്ഷെ അതിനു മുമ്പ് ഞാൻ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ പഴയകാല ജീവിതം ആരംഭിച്ചത് ഹൈറേഞ്ചിലെ, ഹൈറേഞ്ച് എന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയിൽ വണ്ടമ്പേട് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വന്നത്. ഞാൻ ആ ഒരു ചരിത്രം പറയുന്നൊരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ SB കോളേജിൻ്റെ നമ്മളിപ്പോൾ പറയുമ്പോൾ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ പറയാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. പക്ഷേ ഒരു അക്കഡമിക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു ആശയം പ്രായോഗിക തലത്തിൽ നടപ്പാക്കിയൊരു കോളേജാണ് SB കോളേജ്. കാരണം ഞങ്ങളുടെ സ്ഥലം പോലെ, അതായത് വണ്ടമ്പേട് പോലെ അതിനടുത്തുള്ള കമ്പംമെട്ട്, നെറ്റിത്തൂർന്ന്, കുറ്റടി, കൊച്ചറ ഇതൊക്കെ ധാരാളം പ്രദേശങ്ങളുണ്ട്. വളരെ അവികസിതമായ ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സമയത്ത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ. അവിടെ നാഷണൽ സർവീസ് സ്കീം, ചങ്ങനാശ്ശേരി SB കോളേജിൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയേഴ്സ് പല, നമ്മൾ പറയത്തില്ല ഓണങ്കാറാമൂല എന്നൊക്കെ പറയും, അങ്ങനത്തെ പ്രദേശത്ത് ചെന്നിട്ട് റോഡുകൾ വെട്ടുകയും വർക്ക് ക്യാമ്പ് നമ്മൾ പറയുന്നത്. എന്നിട്ട് ഈ വർക്ക് ക്യാമ്പ് നടത്തി വെട്ടിയ റോഡുകൾ അവിടുത്തെ ജില്ലാ മേധാവികൾ, കളക്ടർ ഉൾപ്പെടെ ഏറ്റെടുക്കുകയും ആ പ്രദേശത്തെല്ലാം ടാറിട്ട നല്ല റോഡുകൾ വരികയും ആ പ്രദേശത്തിന് വികസനം ഉണ്ടാക്കിയത് ഈ NSSൻ്റെ വീടാണ്. അത് ചങ്ങനാശ്ശേരി SB കോളേജിലെ NSSൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, സോഷ്യൽ കോൺട്രിബ്യൂഷൻ ചോദിച്ചാൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈറേഞ്ചസ്, എസ്പെഷ്യലി ദ ഏരിയാസ് വിച്ച് ഐ മെൻഷൻഡ്. അത് പറയുമ്പോൾ ഏതാണ്ട് നമ്മളൊരു പഴയ പ്രൊഫസറുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ സ്കറിയ സക്രിയ സാർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കുറ്റിക്കൻ സാറുണ്ട്, രാജു കുറ്റിക്കൻ. ഇവർ രണ്ടുപേരാണ് നമ്മുടെ നാഷണൽ സർവീസ് സ്കീം നമ്മളെ സഹായിച്ചത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ പശ്ചാത്തലം എന്ന് പറയാൻ നിങ്ങളോട് ഉദ്ദേശിച്ചത്. ഞാൻ ജനിച്ചവിടെ സ്ഥലം വണ്ടമ്പേട്, 10ാം ക്ലാസ് വരെ എൻ്റെ അവിടെ അങ്ങനെ എത്തുമ്പോഴേ കാര്യങ്ങൾ പറയാം. എൻ്റെ മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു, രണ്ടുപേരും അധ്യാപകരായിട്ടാണ് അവരുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പക്ഷേ എൻ്റെ പിതാവ് അവിടുന്ന് പിന്നീട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാറി സെക്രട്ടറി റിട്ടയർ ചെയ്തു. പക്ഷെ അവരവിടെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയി അവിടെ വണ്ടമ്പേട് സെൻറ്റ് ആൻഡ്രീസ് സ്കൂളിൽ പഠിപ്പിച്ചു. അങ്ങനെ അവിടെ ഞങ്ങൾ ആയി, ഞാൻ ജനിച്ചു വളർന്നു. പിന്നെ ജീവിതത്തിൽ ഒരുപാട് നിമിത്തങ്ങളുണ്ടാവുമല്ലോ നമുക്ക്, നിമിത്തങ്ങൾ. ഞങ്ങളുടെ അവിടുത്തെ ഒരു സാധാരണ രീതി വെച്ചിട്ട് ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഒരു കുമാരതുമ്പ വാങ്ങിച്ചു തരും, മോനെ നീ ആ കപ്പയ്ക്ക് കിടക്കാൻ പോടാം, അല്ലെ ആ മുളകിന് ഇത്ര വളവിട്, അല്ലെ ഏലത്തിന് നീ ഏത് നോക്ക്, കാപ്പിക്ക് ഇത്ര വളവിടെന്ന് പറഞ്ഞുകൊണ്ടാണ് സാധാരണ രീതി. എങ്ങനെയോ എൻ്റെ മാതാപിതാക്കൾക്ക് അങ്ങനെ തോന്നിയില്ല. തോന്നാതിരിക്കാൻ മറ്റൊരു സാഹചര്യം ഉണ്ടായത്, ഇങ്ങനെ പലർക്കും അറിയാം, നമ്മളെ സിറിയക്ക് പഠിപ്പിച്ച ഒരു ഐസക് കാലേജിൻ്റെ ഓർമ്മയുണ്ടോ? അദ്ദേഹം ഒരു സെൻറ്റ് തോമസ് ഹോസ്റ്റലിലെ വാർഡനായിരുന്നു. അദ്ദേഹം റോമിൽ പോയി ഡിവിനിറ്റിയിൽ ഡോക്ടറേറ്റ് എടുത്ത് വണ്ടമ്പേട് പള്ളിയിൽ ഞങ്ങളുടെ വികാരിയച്ഛനായിരുന്നു. ഈ ആനഞ്ചേരി കുടുംബമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നുകൊണ്ട് അപ്പോഴത്തെ അച്ഛൻ പറയുന്നതുകൊണ്ട് അവനെ SB കോളേജ് വിട്ടുകൂടാ. അങ്ങനെ അപ്പോൾ SB കോളേജിനൊക്കെ പറയും ഞങ്ങളെ ഇവിടുന്ന് വളരെ ചങ്ങനാശ്ശേരിക്കാരാണെങ്കിൽ പോലും വിദൂരതയില്ല. തന്നെയല്ല അവിടെ കിട്ടാൻ മാത്രം മാർക്കുകളൊന്നും നമുക്കില്ല. കാരണം വണ്ടമ്പേട് സെൻറ്റ് ആൻഡ്രീസ് സ്കൂളിൽ പഠിച്ചു. അടുത്തുള്ളൊരു അച്ഛനും കുഗ്രാമമായ പുറ്റടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പഠിച്ചത്. ഇത് ഞാൻ ഓർക്കുക, 18% ഞങ്ങളുടെ വിജയം. ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആകെ 3 ഫസ്റ്റ് ക്ലാസ്സാണ് ഉണ്ടായിരുന്നു, 3 ഫസ്റ്റ് ക്ലാസ്. അത് ഇവരൊക്കെ വേറെ രീതിയില്ല, 3 പേരും മറ്റു 3 പേരും, ഞാനല്ല, മറ്റു 3 പേരും. എന്തായാലും അവിടെ പഠിച്ചു. അച്ഛനവിടെ വന്നു, നിമിത്തമായി അവിടുന്ന് എന്നെ SB കോളേജിൽ പ്രീ ഡിഗ്രിക്ക്, അതും വിട്ട് എങ്ങനെയോ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കാനായിട്ടാണ് എന്നെ ആദ്യം വിട്ടത്. മക്കളെ ഡോക്ടറാക്കുന്ന കാലമായിരുന്നു അന്ന്. അന്നത്തെ എഞ്ചിനീയറും ഡോക്ടറും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതല്ലേ നമുക്ക് അതൊന്നും അല്ല, അതിനൊക്കെ അപ്പുറത്ത് ലോകം വിശാലമാണ്. ഏത് മേഖലയിലാണെങ്കിലും അവനവൻ്റെ കഴിവ് തെളിയിച്ചാൽ അത് എത്രയോ ജീവിതത്തിൽ ഉന്നതനാകാമെന്ന് പഠിച്ചു വരുന്ന കാലഘട്ടമല്ല. ഇപ്പോഴത് നമുക്ക് മനസ്സിലാക്കണം. ഏതായാലും സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തോണ്ട് പോയി. പക്ഷേ ഒരു ചെറിയ തമാശ കൊണ്ട് പറയാം,
അന്ന് എൻ്റെ അടുത്ത് നമ്മൾക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് മാനേജ്മെൻറ്റ് കോട്ടയം. അപ്പോൾ അവിടെ ചില ചോദ്യങ്ങൾ വയ്ക്കും. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു 23-ാം വത്തിക്കാൻ കോൺഗ്രസ് എവിടെ വെച്ചാൽ നടത്തിയത് ചോദിച്ചു. എൻ്റെ മനസ്സിൽ പോയത് നമ്മുടെ ഉദയംപേരൂർ സൂരകദോസ. അപ്പം ഞാൻ പറഞ്ഞു ഉദയംപേരൂർ വെച്ചാണ്. അപ്പം ബോഡി ഇരുന്ന് എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുക. വത്തിക്കാൻ കോൺഗ്രസ് എങ്ങനെയാണ് കുട്ടി ഈ ഉദയംപേരൂർ നടന്നത്. അപ്പം അങ്ങനെ ഒരു ഓർമ്മ പോലെ അങ്ങനെ ഏതായാലും അവർ ചിരിച്ച് കളിച്ച് പിന്നെ എനിക്ക് കിട്ടുന്നത് ചോദിച്ചു, നിങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനാരാ സെൻറ്റ് ആൻഡ്രീസ്, അതൊക്കെ എവിടുന്ന് കാരണം എങ്ങനെയോ വായിൽ വന്നു പതുവ എന്ന് പറഞ്ഞു. തമാശ അതൊക്കെ പറയുന്നു. എല്ലാം പഠിച്ചു. അന്ന് ഇപ്പോഴും ഓർക്കുന്നു മുരാളശ്ശേരി അച്ഛൻ്റെ ആദ്യത്തെ സമയമായിരുന്നു. പിന്നെ പഠിക്കുമ്പോൾ അച്ഛൻ വന്നു. ഏതായാലും വണ്ണപ്പടിക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കോളേജിൽ വന്ന് കയറുമ്പോൾ അതിൻ്റെ വിശാലതയും ആ സ്ഥാപനങ്ങളുടെ നമ്മുടെ ആ ടവർ തന്നെ ഞാനൊന്ന് നോക്കി നിന്നുണ്ട്. നമ്മുടെ എന്താ പറയുക ക്രിസ്തുദേവൻ്റെ പ്രതിമയുള്ള നമ്മുടെ ടവർ ഐക്കോണിക് ടവർ യെസ് ഫിസിക്സ് ലാബ് അത് വെളിയിൽ വന്ന് നോക്കി നിന്നിട്ടുണ്ട്. എത്ര ഭയങ്കരമാണ്, എന്തൊരു ഗാംഭീര്യമാണ്. ഇത് കണ്ട് നമ്മളിങ്ങനെ അതിശയിച്ച് കുഞ്ഞു കുട്ടി ഇരിക്കുന്നത് നമ്മൾ പറയത്തില്ല ബിബിൾഡർമെന്റ് എന്ന് പറയുന്നത് ഒരു സോർട്ട് ഓഫ് ബിബിൾഡർമെന്റ്, വിസ്മയം അങ്ങനെ തന്നെ കാലമാണ്. പിന്നെ ഹോസ്റ്റൽ ജീവിതമാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയാം എന്നെ ഞാനാക്കിയത്. ഇന്ന് ഞാൻ ആരുടെ അടുത്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, എനിക്കിന്ന് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുമായിട്ട് ഇടപഴകാൻ പറ്റിയത് എൻ്റെ ആ ഹോസ്റ്റൽ ജീവിതമാണ്. എവിടെ നിന്നൊക്കെയോ വന്ന് എങ്ങനെയൊക്കെയോ ഒരുമിച്ചു. ഇന്നും ഞങ്ങൾ സ്റ്റിൽ റിമെമ്പർ, ഇന്നും ഞങ്ങളുടെ സഹൃദയ ഹോസ്റ്റലിലെ ഡിഗ്രി ബാച്ച് ഞങ്ങൾ കൂടാറുണ്ട്. SSS എന്നൊരു ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്, സഹൃദയ സഹവാസി സംഗമം. ഞങ്ങൾ എല്ലാ വർഷവും ഒത്തുകൂടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ബന്ധുകാര്യങ്ങളും സ്വന്തം മക്കളുടെ കാര്യത്തിലും ചെറിയ ചെറിയ ഞങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങൾ ഞങ്ങൾ പങ്കിടാറുണ്ട്. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് അവിടെ വന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ ഐ എം വെരി ഷുവർ, especially those formative years of our life, how to mingle with people, how to move in a stranger situation. ആ ശക്തി തന്നെയാണ്. പ്രത്യേകിച്ച് ആ വാർഡന്മാരുടെ സ്ട്രിക്റ്റ്നസ്, ഡിസിപ്ലിൻ along with social interactions. ഇപ്പം നമ്മൾ മുറി ഓർക്കുക, ഡിഗ്രി വന്ന് സഹൃദയ ഹോസ്റ്റലില്ല. സഹൃദയ ഹോസ്റ്റലിൽ വരുമ്പോൾ 4 പേര് അവർ മുറിയില്ല. നമുക്ക് ഒരു പ്രയാസവും ഇല്ല. 4 പേരോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ഒരു പ്രയാസമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഉടുപ്പ് വരാണ്ടേ ആയിരിക്കും, ചെരുപ്പ് വരാണ്ടൊക്കെ എടുത്തൊക്കെ സംഭവിക്കും. എങ്കിലും അങ്ങനെ അടുത്തിടപെടാനും ഒരു എന്താ പറയുക അപരിചിതത്വമില്ലാത്ത രീതിയിൽ ഒറ്റ ആൾക്കാരോട് പെരുമാറാനുള്ള ഒരു മാനസിക പരിശീലനം കിട്ടും ഈ ഹോസ്റ്റൽ ലൈഫ്. വെറുതെ കിടന്ന മാഷികളൊക്കെ ഉണ്ടായില്ലെന്ന് പറയുന്നില്ല. എങ്ങനെയോ തെങ്ങ് പോലും കണ്ടിട്ടില്ലാത്ത ഞാൻ തെങ്ങ കയറാൻ പഠിച്ചത് SB കോളേജിൽ കയറിയിട്ട വേറൊരു വിദ്യാഭ്യാസം. ഇത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറയാൻ നമ്മളെ SB കോളേജിലാണ് എന്നുകൊണ്ട് ഹൃദയത്തോടെ ഞാൻ പറയുകയാണ്. ഒരു അനുഭവം, ഒരു പൂജ ഹോളിഡേയ്സ് 3 ദിവസം അതിന് മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തു നമുക്കൊരു തേങ്ങ ഉണ്ടാക്കി. അത് എവിടെയാണെന്നറിയോ, നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടില്ലേ, വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട്, അതിൻ്റെ പുറകിൽ എനിക്ക് തോന്നുന്നത് തങ്കമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് ഒരു ലേഡീസ് ഹോസ്റ്റലുണ്ടായിരുന്നു പുള്ളിക്കാരില്ല. അപ്പോൾ അത് ഒരു നമ്മുടെ ഗോൾ പോസ്റ്റിന് ബാക്ക് സൈഡായിട്ട്. അപ്പോൾ ഈ തങ്കമ്മ ചേച്ചിയുടെ ഭാഗത്തോട് ചെല്ലുമ്പോഴാണ് ഈ ഇത് കാണുന്നത്. ഞങ്ങൾ 3 പേര്, ഒരു CT കുരുവിളക്ക് ഓർമ്മയുണ്ട്, പുള്ളിക്കാരനെ കല്ലുള്ളിക്കാരനുണ്ട്, പിന്നെ ഡാഡി തോമസ് കല്ലുള്ളിക്കാരനാണ്, കുന്നത്ത് ചീരാക്കുഴി എന്ന് പറഞ്ഞാൽ കുരുവിളക്ക് എക്സ്പെർട്ട്. ഏത് തെങ്കിലും നമ്മൾ പറയില്ല തെങ്ങൊക്കെ എടുക്കുക, അതിലൊക്കെ നമ്മൾ കിടക്കും. ഞാൻ കയറുമ്പോൾ നെഞ്ചൊക്കെ വരയ്ക്കും, ഇങ്ങനെയൊക്കെ വിളിക്കാൻ കയറും. അയാൾക്ക് ഈ സ്ലായ് പൊട്ടിച്ചാടി കയറിക്ക് അറിയില്ല, ഞാൻ സ്ലായ് പെടാതെ ഇങ്ങനെ പിടിച്ച് കയറും. എന്നിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ തേങ്ങ ഇട്ടു. എങ്ങനെയോ ഈ തങ്കമ്മ ചേച്ചി അറിഞ്ഞു. പിന്നെ അറിയുന്നത് നമ്മുടെ മാട്ടൻ അതെന്നറിയോ, കുര്യാളശ്ശേരി അച്ഛൻ്റെ ഈ നേരെ വരിക വന്ന് ഞങ്ങളെല്ലാം പിടിച്ചു. ഇതിന് ഒരുപക്ഷെ നിങ്ങളൊക്കെ പലക്കടന്ന് കേട്ടിട്ടുണ്ടാവും ഈ സംഭവം. ആ ഗ്രൗണ്ടിൽ കൂടി തേങ്ങായുമായിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് കോളേജിനകത്തുനിന്ന് കയറ്റി അച്ഛൻ്റെ മുറിയിലിരുത്തി. അന്ന് കുര്യാളശ്ശേരി അച്ഛൻ പിടിക്കാൻ തീർന്നു. വൺസ് ഫാദർ കുര്യാളശ്ശേരി ക്യാച്ചസ് യു, നോർമലി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആരാണെങ്കിലും അദ്ദേഹം അപ്പം തന്നെ സസ്പെൻഡ് ചെയ്യും, ഒരു സംശയം. ഏതായാലും അവിടെ അങ്ങനെ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് സീസൺസ് കറി അവിടെ. അപ്പോൾ നമ്മളെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് പോയി ജീവിതം പോയി വീട്ടിലറിഞ്ഞാൽ പിന്നെ ഒന്നും ജീവിച്ചിട്ട് കാര്യമില്ല. വീട്ടിൽ അപ്പനോളം ഈ സംഭവം അറിഞ്ഞാൽ തേങ്ങായിട്ട് അറിഞ്ഞോളൂ. അടുത്ത ജീവിച്ചിട്ട് ആ സന്ദർഭത്തിൽ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കറിയ സാറ് വന്നിട്ട് എന്താ
ആ അതേ കണ്ടോ തേങ്ങായിട്ട് അദ്ദേഹം ഒരു സംസാരം സീസസ് കറിയ എൻ്റെ പ്രൊഫസർ കറിയ സാറല്ല സീസസ് കറിയ ആഹാ തനിക്ക് NSS ICF സോഷ്യൽ സർവീസ് തേങ്ങാട് ഇതൊക്കെ പരിപാടി ആക്ച്വലി യുവർ പ്രൊട്ടക്റ്റീവ് ഈവൻ വെറും തേങ്ങയുടെ മാത്രമല്ല മറ്റ് ആക്ടിവിറ്റിയിലൊക്കെയാണ്. അപ്പം പിന്നെ അച്ഛനങ്ങൾ നോക്കി എന്താ ആ ഞാൻ ആവർത്തിക്കുന്നത് കേട്ടോ അറിഞ്ഞു. അയ്യോ ഇന്ന് ഞാൻ ആ ഒരു ഹൃദയത്തിൽ നോക്കുക. കാരണം അന്നത്തെ സാഹചര്യം ആലോചിക്കണം. കുര്യാനശ്ശേരി പിടിച്ചോ യുവർ ഔട്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഹൃദയം ഓർക്കുക. പിന്നെ ഇതൊക്കെ നമ്മൾ അന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് സ്കറിയ സാർ അങ്ങനെ പറഞ്ഞു. സോ ഈ വാസ് ഷീൽഡിങ് മീ. അത് വിട്ടുവിട്ടു. അങ്ങനെ ഓരോ അനുഭവങ്ങളുണ്ട്. പിന്നെ ഒരു ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ അതാണ് നമ്മൾ മറക്കാൻ പറ്റാത്ത. ഞാൻ അതായത് 33 വർഷം കോളേജ് പഠിപ്പിച്ചു. സിലാബസ് ഇന്നും എൻ്റെ കോളേജിൽ നിന്ന് SP പറയാം. എനിക്ക് അങ്ങനെ നമുക്ക് നമ്മുടെ ബ്ലഡിൽ നമ്മുടെ DNA ഉണ്ടാവും. ബ്ലഡിൽ അരിഞ്ഞേറുന്ന സാധനം. ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ ഇപ്പോൾ പറയും എന്നെ പഠിപ്പിച്ച അധ്യാപകൻ്റെ ശബ്ദം എൻ്റെ ചെവി പോയി. എസ്പെഷ്യലി couple of people like Professor K.K. Francis, Professor Cesar Scalia, Professor C.O. Abraham, Professor Joy William, Professor M.S. Jain. ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ പല സമയത്തായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച അധ്യാപകൻ K.K. Francis ആണ്. അദ്ദേഹം പിന്നെ ഡിഗ്രി പഠിപ്പിച്ചു, PG പഠിപ്പിച്ചു. ഒരു വിഷയം അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക ഒരു ഡ്രമാറ്റിക്കായിട്ട് ഇംഗ്ലീഷിൽ കാണിക്കുമല്ലോ ഡ്രാമകൾ. ഇത് ഇക്കണോമിക്സിൽ ഫോർ എക്സാമ്പിൾ ഡ്യുവലിസം എന്നൊരു തിയറി പഠിപ്പിക്കണം. ഒരു സോഷ്യൽ ഡ്യുവലിസം, ടെക്നോളജിക്കൽ ഡ്യുവലിസം, ഇക്കണോമിക് ഡ്യുവലിസം, ഒരു അണ്ടർ ഡെവലപ്മെൻറ്റ് കൺട്രിയുടെ ഒരു പ്രത്യേകത. അദ്ദേഹം എപ്പോഴും കൈകിരിക്കും ക്ലാസ്സിൽ വരാൻ ഡ്യുവലിസം പഠിപ്പിക്കുന്ന അത്രയും ക്ലാസ്സുകൾ അദ്ദേഹം ഇങ്ങനെ കൈയിരിക്കാം. സോ this is one advanced sector, backward sector. ആ ഒരു രീതിയിൽ സോ പഠിപ്പിക്കുന്ന ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിച്ച അധ്യാപകനാണ്. ഇക്കണോമിക്സ് പോലുള്ള പലപ്പോഴും വിരസമായി തോന്നാവുന്ന സബ്ജക്റ്റാണ്. വിരസമായി തോന്നാവുന്ന ഇക്കണോമിക്സ് ഇത്ര രസകരമായിട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്ന് അവരിൽ നിന്ന് ഞാൻ പഠിച്ചത്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കും അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു ഒരുവിധം അവരുടെ അത്രയും ഇല്ലെങ്കിലും അവരുടെ കാൽപാദം വരെ എത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടാവും. ബിക്കോസ് ദ ഇൻസ്പിറേഷൻ ദാറ്റ് അന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഈ നല്ല അധ്യാപകർ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിജീവികളോ വലിയ പ്രഗത്ഭന്മാരോ ആഴത്തിലുള്ള അറിവ് മാത്രമല്ല, പഠിപ്പിക്കുന്ന വിഷയത്തിൽ താല്പര്യം ഉണ്ടാക്കുക. നത്തിങ് എൽസ്. എ ടീച്ചർ ഹു കൻ ഇൻസ്പയർ എ സ്റ്റുഡൻറ് ഈസ് എൻ അൾട്ടിമേറ്റ് ടീച്ചർ. ബാക്കിയൊക്കെ പറയാം. ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിൽ താല്പര്യം ജനിച്ചാൽ അവൻ തന്നെ പഠിച്ചോളൂ, അവൻ പഠിച്ച് മിടുക്കനായിക്കോളും, അവന് പിന്നെ ഗൈഡൻസ് മതി, ഇതിന് പഠിപ്പിച്ചില്ല മതി. സോ അന്ന് ബിരുദ പഠിച്ചത് ദേ ആർ ഇൻസ്പയറിംഗ് ടീച്ചേഴ്സ് ഓളത്തോ. സ്കറിയ സാറൊക്കെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ തിയറിയുടെ ഒക്കെ പല ലൂസ് സെൻസ് ഉണ്ടാവും. നമുക്ക് അത് കണക്ട് ചെയ്ത് പറയും. എന്നാണ് എൻ്റെ ആ ഒരു മാസ്റ്റർലി എക്സ്പോസിഷൻ. ഡിഫറെൻറ്റ് തിയറീസ് പഠിച്ച് വരുമ്പോൾ നമുക്കൊന്നും അറിയില്ല, തിയറി അറിയത്തുള്ളൂ, അതിന് നമ്മൾ കണക്ട് ചെയ്യാൻ അറിയത്തില്ല. സ്കറിയ സാറിൻ്റെ ഒരു ക്ലാസ് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലൊരു കോമൺ വ്യൂ നമുക്ക് കിട്ടും. സോ ഇറ്റ് കണക്ട്സ് ദ റിസർച്ച്. അപ്പം അത്രയ്ക്ക് പ്രഗത്ഭരായ ഇൻസ്പയറിംഗ് ടീച്ചേഴ്സിന് ഇപ്പം ഞാൻ ഇക്കണോമിക്സ് മാത്രം പറയുന്നത് കാരണം അത് മാത്രമല്ല എല്ലാം നമ്മുടെ യശോബ്രാം സാർ, തോമസ് സാർ, ഇവരൊക്കെ എല്ലാം ഇവരുടെ ആ ഒരു ഇൻസ്പിറേഷൻ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം. നമ്മളാക്കിയതിൻ്റെ പിന്നിൽ അവരുടെ ആ ഇൻസ്പയറിംഗ് എന്താ പറയുക ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഇൻസ്പയറിംഗ് ടീച്ചേഴ്സാണ്. SP കോളേജിൻ്റെ ഞാൻ വരുമ്പോൾ കേൾക്കുന്ന ഷെപ്പേഡ് സാറിനെ കുറിച്ചാണ്. പഴയ ഷെപ്പേഡ് സാർ, ഷേക്സ്പിയർ ഷെപ്പേഡ് എന്ന് അറിയപ്പെടുന്നത്. എത്രയോ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആക്സെൻറ്റും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും അത്ര ഗംഭീരമായിരുന്നു. മറ്റ് കോളേജുകൾക്ക് വരെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ വന്നിരുന്നു. അപ്പം പ്രഗത്ഭരായ അധ്യാപകരെ കൊണ്ട് അനുഗ്രഹീതമായൊരു കലാലയമായിരുന്നു SP കോളേജ്. അവിടെ പഠിച്ചു വരുന്നവർക്കെല്ലാം ആ അനുഗ്രഹത്തിൻ്റെ എല്ലാം ഏറ്റുവാങ്ങി നമ്മളെല്ലാം നമ്മുടെ ഏതൊക്കെ മേഖലകളാണെങ്കിലും ആ പ്രഗത്ഭരായ അധ്യാപകരുടെ അനുഗ്രഹാശിസുകൾ നമുക്ക് എല്ലാവർക്കും കിട്ടി വരാം. അതാണ് നമുക്ക് പിന്നെ ഇവിടെ വന്നിട്ടും എവിടെ പോയാലും SP കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെട്ടെന്നൊരു ഉണ്ടാവുന്ന ഒരു എന്തായാലും പറഞ്ഞാൽ ഒരു വികാരമാണ്. ഇമോഷൻ. SP എന്ന് പറഞ്ഞ വികാരം അല്ല, അതാണ് ഇറ്റ്സ് ആൻ ഇമോഷൻ. അത് ഞാൻ പറയാറുണ്ട് പലപ്പോഴും. ഞങ്ങളിവിടെ
ഇവിടെ അപ്പം ഞാൻ പഠിച്ച് ബാക്കി നമുക്കൊരു സമയം ഇപ്പം ഞാൻ പഠിക്കുന്ന സാഹചര്യമാണ്. അപ്പം ഡിഗ്രി കഴിഞ്ഞ് വന്നു, ഡിഗ്രി അവിടെ വന്നു. പിന്നെ ഡിഗ്രിക്ക് വന്നപ്പോഴാണ് ഞാൻ എല്ലാത്തിലും ആക്റ്റീവായി. NSS എല്ലാം വന്നു, NSS വന്നു, സോഷ്യൽ സർവീസ് ലീഗ് വന്നു. അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. PG അഡ്മിഷന് എനിക്ക് മെറിറ്റ് കിട്ടി. അതിൻ്റെ കാരണം നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു 3% മാർക്കാണ് എനിക്ക് PGക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. പക്ഷേ മാനേജറിനെ കൊണ്ടായിരുന്നു ഭയങ്കര PGയിൽ എണ്ണം കുറവാണല്ലോ. കോട്ടായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്, വളരെ നിസ്സാര നമ്പറുള്ള കോട്ടാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് ഐ ഗോട്ട് അഡ്മിഷൻ മെറിറ്റ് ബിക്കോസ് ഓഫ് നാഷണൽ സർവീസ് സ്കീം. ജീവിതത്തിലെ ഒരു കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ കുട്ടികളോടൊക്കെ പറയും, ഞാൻ എൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ കുട്ടികളുമായിട്ട്. നമ്മളിതൊക്കെ സോഷ്യൽ സർവീസിൻ്റെ ഗുണം നമ്മൾ സമൂഹമായിട്ട് ബന്ധപ്പെടുന്നൊരു മേഖലയാണ്. ഒരു 10 ദിവസത്തെ 20 ദിവസത്തെ ഒരു ക്യാമ്പ് നമ്മളൊരു ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിലുള്ള പള്ളിയായിട്ടും അമ്പലമാണ് മോസ്ക് എല്ലാവരും ബന്ധപ്പെട്ട് ആ ഗ്രാമത്തിലെ ജനങ്ങളോട് ഒന്നിച്ച് ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി റോഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ പിന്നീട് നമ്മളെ ഒരുപാട് എന്താ പറയുക ശക്തരാക്കുന്ന ഓരോ അനുഭവങ്ങളാണ്, പുതിയ അനുഭവങ്ങളാണ്. അതൊക്കെ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്, കാരണം അന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും ഡിഗ്രിയിൽ പഠിച്ചു. അന്നത്തെ ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ ഈ സ്കരിയ സെക്രട്ടറി സാറെ ഒരു ശാകുന്തളം നാടകം നടത്തി. അന്നത്തെ ദുഷ്യന്തൻ തോമസ് രവി ഉണ്ടായിരുന്നു, പിന്നെ ഒരു അവസരപ്പറ്റിലായിരുന്നു അന്നത്തെ ശകുന്തള. അത് കഴിഞ്ഞ് 2 നാടകം നടത്തി. ഇതിൽ ഞങ്ങൾക്കൊരു റോൾ, നാഷണൽ സർവീസ് സ്കീമിലൂടെ ഞങ്ങൾക്കൊരു റോൾ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നാടകം പല കോളേജിൽ കളിക്കാൻ പോയി. ഞങ്ങൾ ഒരു കൂടെ പോകും. ഞങ്ങൾ ഈ പശ്ചാത്തലത്തിൽ കട്ടുകൊണ്ടതാണ്. കട്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ കണ്ണൂരിൻ്റെ ആശ്രമം കഴിഞ്ഞാൽ നേരെ പോകുന്നത് ദേവസദസ്സിലേക്കാണ്. അപ്പോൾ ഒരു കട്ടുകൊണ്ട് തള്ളി മാറ്റി അടുത്ത കട്ടുകൊണ്ടിലേക്ക് വരണം. ഇതെല്ലാം ടീം വർക്കിൻ്റെ ഭാഗമാണ്. അതൊക്കെ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. സെക്രട്ടറി സാറിൻ്റെ നേതൃത്വ പാഠവും അത് ഞങ്ങളെ കൊണ്ട് ടീം വർക്ക് ഞങ്ങൾ അമേസാറിൽ കൂടെയാണ് ചെയ്യുന്നത്. KT സുഭാഷ് സാറാണ്, ദേവേന്ദ്രൻ നമ്മുടെ ഹിന്ദിയിലെ പുള്ളിയാണ് ദുർവാസാവായിട്ട് ഏറ്റവും ശക്തനായ കഥാപാത്രം. ഇതെല്ലാം ഞങ്ങൾ ഈ നാഷണൽ സർവീസുകാരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഇങ്ങനത്തെ അനുഭവങ്ങൾ, നമ്മുടെ ഈ സമൂഹവുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ, നാടകം പോലുള്ള കാര്യങ്ങളുമായിട്ട് പിന്നെ ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു. ഹോസ്റ്റലിൽ ഇപ്പോഴും നമ്മൾ ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഒരു ജെറോമാണ്. ജെറോം ഈ ജെറോം വന്ന് ശങ്കരപ്പിള്ളയുടെ നാടകങ്ങൾ നടക്കുമല്ലോ, തിരുപ്പി വന്നാൽ തമ്പി, ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ, അതിനൊക്കെ ഒരുപാട് തമാശകളുള്ള നാടകങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങളെല്ലാം ഗ്രൂപ്പ് പഠിക്കുന്നത്. അതായത് ഒരു ലീഡർ ആവണമെങ്കിൽ യു ഷുഡ് ബി മെമ്പർ ഓഫ് എ ടീം ഫസ്റ്റ്. ഒരു ടീമാണ് മാത്രം ലീഡർ ആവുന്നത്. ലീഡർ എന്ന് പറയുന്നത് എന്താ പറയുക, അതല്ല, സ്വന്തം കുടുംബത്തിലൊരാൾ ലീഡറാണ്. മാതാവ് ആദ്യമാണ് ലീഡർഷിപ്പ് ആവാം. അപ്പം ലീഡർ എന്ന് പറയുന്നത് ഏത് മേഖലകളിലുണ്ട്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി വരണമെങ്കിൽ യു ഷുഡ് ടീമിൽ നമ്മൾ എന്താ പറയുക കളിച്ചിട്ട് ഒരുമിച്ചൊരു ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ശ്രമിക്കുമ്പോഴാണ് ടീംഷിപ്പാണ്. ഒരു കുടുംബത്തിലാണത് എല്ലാവരും കൂടെ ഒരേ കാര്യത്തിന് വേണ്ടി ഒരേ ലക്ഷ്യത്തിന് വെൽഫെയർ ഓഫ് ഹോം ഹൗസ് അതിനെ ശ്രമിക്കുമ്പോഴാണ് ആ ടീംഷിപ്പ്. അപ്പം ആ ടീംഷിപ്പ് വളർത്തിയെടുക്കുന്നത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ അധ്യാപന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ കിട്ടിയ അറിവുകൾ, എനിക്ക് ഞാൻ സ്വാംശീകരിച്ച ഈ അനുഭവം എൻ്റെ കുട്ടികൾക്ക്, അനേകായിരം കുട്ടികൾക്ക് മകളെ അവരൊക്കെ പറയാറുണ്ട്. നമ്മൾ സാധാരണ അധ്യാപനം എന്ന് പറയുമ്പോൾ ഒരു 33 വർഷം എന്ന് പറയുമ്പോൾ ലാക്സ് ഓഫ് സ്റ്റുഡൻസ് ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ട് പലതരത്തിൽ. പിന്നെ മറ്റ് സ്ഥാപനങ്ങളോട് ബന്ധപ്പെടാറുണ്ട്. ഇതൊക്കെ SB കോളേജിൽ സ്വാംശീകരിച്ച ആ ശക്തിയാണ്, അധ്യാപകരുടെ അനുഗ്രഹമാണ്, ആ സ്ഥാപനത്തിന് അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തുദേവൻ്റെ നേരെ മുകളിൽ നിൽക്കുന്ന ക്രിസ്തുദേവൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും, എനിക്ക് മാത്രമല്ല നിങ്ങളെല്ലാം, നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ അറിയാതെ നമുക്ക് അനുഗ്രഹം വരുന്നു. അറിയാതെ അവിടെ നിന്ന് കിട്ടിയ നമ്മൾ കരേശക്കര സാർ പറയുന്നുണ്ട്, നമ്മൾ ഈ തമ്പ്രാക്കന്മാരല്ലേ, ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാരുണ്ട്, ഓർഡിനറി അല്ല. അത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാർ എവിടെയെങ്കിലും പോകുമ്പോൾ അവർക്ക് മണ്ണെടുക്കും, മണ്ണ് കൊണ്ടുപോകും മലയുടെ സൈഡിൽ. എന്താണെന്ന് ചോദിച്ചാൽ അവർ ഇറങ്ങുമ്പോൾ സ്വന്തം മണ്ണിൽ കുത്തിയേ ഇറങ്ങും. അതുപോലെ SB കോളേജുകാർ. അപ്പം നമുക്കിവിടെ വരുമ്പോൾ ഇവിടെ നമ്മുടെ സ്വന്തം മണ്ണായിട്ട് നമ്മൾ മാറുകയാണ്. എവിടെ പോയാലും നമ്മുടേതായ തനിമ, നമ്മുടേതായ ഒരു വ്യതിരിക്തത, യുണീക്നെസ് ഇസ് ദർ. അതാണ് അദ്ദേഹം ആ ഓട് പറഞ്ഞത്. എവിടെയാണെങ്കിലും
BA Berkmanite ഈസ് ഡിഫറെൻറ്റ് ഫ്രം എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ അന്തരീക്ഷം. അവിടുന്ന് PG വന്നു. PGയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആദ്യമായിട്ടാണ് അതാണ് മിക്സഡ് ക്ലാസ്സിലേക്ക് വരുന്നത് ആദ്യം. അതുപോലെ നമുക്കറിയാം ഓസ്ട്രേലിയസിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. നേരെ കിഴക്കോട്ട് നോക്കി നോക്കി ഓർമ്മയില്ലേ പള്ളി അസംഷൻ ഹോസ്റ്റലുകളെ നോക്കി ഒച്ചപ്പാടുണ്ടാകുന്നത് പോകുന്ന കാലഘട്ടം അതുകൊണ്ട് അതൊക്കെ മാറി നമ്മൾ PGയിലേക്ക് വന്നു. അപ്പോഴാണ് നമ്മൾ ചേട്ടനും ചേച്ചിയാകുന്നത്. നമ്മളൊരിക്കലും നമ്മുടെ ചേച്ചിമാരെ നമ്മൾ ശല്യപ്പെടുത്താറില്ല. ഓർമ്മയുണ്ടോ? ചേച്ചിമാർ ഇഷ്ടംപോലെ പോകും. ബട്ട് വി നെവർ ഇൻ്റർഫിയർ വിത്ത് ദെയർ ലൈഫ്. വി നെവർ അവരെ കളിയാക്കുകയോ പോവുകയോ കമൻ്റ് അടിക്കുക പോലും ചെയ്യില്ല. നമ്മൾ നമ്മളെ ഒരു ഇതാണ്. അതാണ് അങ്ങനെ PGക്ക് വന്നു. പിന്നെ ഈ ഡിസിപ്ലിൻ്റെ കാര്യത്തിലെ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ പറയാം, അദ്ദേഹം പറഞ്ഞൊരു തമാശ ഓർമ്മയുണ്ട്. നമ്മളവിടെ ഒരു ബെല്ലടിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാലും സ്റ്റക്കായിട്ട് ഓർമ്മയുണ്ട്. പ്രാർത്ഥനയുടെ സമയത്ത് ഒരു ബെല്ലടിക്കും. ഇവർ വാശിക്ക് ഫുട്ബോൾ കളിക്കുക ആ സമയത്ത് പോയിട്ട്. അപ്പം ഒരു 2 ഗോൾ അങ്ങോട്ട് എടുത്തു, 2 ഗോൾ കൊണ്ട് മോശിക്ക് നിൽക്കാം. പെട്ടെന്നൊരു പെനാൽറ്റി. അപ്പം ഗോളി ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്താണ് അവിടെ ഈ ബെല്ലടിക്കുന്നത്. എന്ത് പറ്റി? ഗോളി സ്റ്റഡിയായിട്ട് വന്നു. പക്ഷേ ഇവർക്ക് ഒരു ഗോൾ അടിക്കുന്നു. ബെല്ല് കേട്ട് ഗോളി അടുത്തതായിട്ട് എന്താണ് ഒഫൻഡർ കയറി അയാൾ ഫോർവേഡ് വന്നു ഒറ്റ ഗോൾ. അത് പ്രശ്നമായി പറയാം. എന്നുവെച്ചാൽ ഡിസിപ്ലിൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ബെല്ല് കേട്ടാൽ എവിടെ നമ്മൾ ചെന്നാലും ഓടിക്കൊണ്ടിരിക്കാൻ നമ്മൾ പോലും 2 കൈ നീട്ടി ഒരു 2 മിനിറ്റ് അണ്ടർസ്റ്റാൻഡ്. അത് നമ്മുടെ പ്രാക്ടീസ്. അത് ഹാൻഡഡ് ഡൗൺ ടു അസ് ത്രൂ ട്രഡീഷൻ. ഇതാണ് ട്രഡീഷൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ കാര്യങ്ങൾ ഇന്നുണ്ടായതല്ലത്. ഒരു സുപ്രഭാതത്തിലുണ്ടായൊരു ട്രഡീഷനല്ല. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ട്രഡീഷൻ പല തലമുറകളായി കൈമാറി വന്ന് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. നമ്മുടെ അവിടുത്തെ ബോധിവൃക്ഷം ഓർമ്മയുണ്ടോ? ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് കാണാറുള്ളത്. അങ്ങനെ PG കഴിഞ്ഞു. PG എവിടെ വന്നു ദൈവാനുഗ്രഹം കൊണ്ട് ഒരു മാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റി. പക്ഷെ ഗുണം കിട്ടിയത് എനിക്കത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് ഇൻ്റർവ്യൂ വന്നു, കോൾ ലെറ്റർ കിട്ടി, ജോയിൻ ചെയ്തു. അതുകൊണ്ട് SB കോളേജിലേക്ക് വരാൻ സാധിച്ചില്ല. വന്നത് 2 വർഷം കഴിഞ്ഞാണ് പിന്നെ വേക്കൻസി എടുത്തത്. അപ്പോഴത്തേക്ക് ഞാൻ ഓൾമോസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അഡ്മിഷൻ ജോയിൻ ചെയ്തു. സന്തോഷമാണ്. അവിടെ പ്രശ്നങ്ങൾ. ഇതാണ് എൻ്റെ PG പ്രോഗ്രാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഒരു കുഗ്രാമത്തിൽ ജനിച്ച എനിക്ക് ഇവിടെ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സെനറ്റും സിൻഡിക്കേറ്റും ഒരുപാട് പലതരത്തിലുള്ള ഔദ്യോഗിക പദവികളൊക്കെ നമുക്കുണ്ട്. പല വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ വരാനായിട്ട് എനിക്ക് നിമിത്തമായതും എനിക്ക് ശക്തി തന്നതും ഈശ്വരാനുഗ്രഹം. അതോടൊപ്പം SB കോളേജ്. ഞാൻ പലപ്പോഴും പറയും, ഞാൻ പലർക്കും കൂടുതൽ ഒരു വർഷം കൂടെ, അതായത് എനിക്കൊരു 1972 ഞാൻ ജോലി ചെയ്തത്. എൻ്റെ PG കഴിഞ്ഞതിന് 1980 8 വർഷം അവിടെ പഠിച്ചു അല്ല. എനിക്ക് പ്രീ ഡിഗ്രിക്ക് 1 വർഷം ബ്രേക്ക്. പരീക്ഷയുടെ സമയത്ത് എൻ്റെ കൈ നീരുടെ തന്നെ നമുക്ക് ഒരു കപ്പലാവൻ്റെ പൊളിഞ്ഞ് താഴെ. അപ്പോൾ 8 വർഷത്തെ അനുഭവമാണ് എനിക്കത്. അപ്പോൾ അവിടെ ഒരു നമ്മുടെ ഈ കുടിയടപ്പിനനുസരിച്ച് ചിലപ്പോൾ സ്ഥലമൊക്കെ തരണോ കച്ചവടം പറയാൻ വേണ്ടി. അപ്പോൾ മുഴുവൻ ഒരു പ്രൗഡ് പ്രോഡക്റ്റ് ഓഫ് SB കോളേജ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എവിടെ ചെന്നാലും ആ ഒരു സ്നേഹവും സന്തോഷവും SBക്ക് ഉണ്ടായിരിക്കും. അമേരിക്ക വന്നപ്പോൾ തന്നെയാണ് പല അനുഭവം നമുക്കുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ. ഷിക്കാഗോയിൽ ഞാൻ പോയിരുന്നു. ഷിക്കാഗോയിൽ ജിജിയും ഒരു പോലിക്കരവെല്ലാം കൂടി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. SB കോളേജ്. UK പോയപ്പോൾ പല സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ദുബായിൽ പോയപ്പോൾ അവിടെയൊക്കെ SB കോളേജ് വിദ്യാർത്ഥികളുണ്ട്. ആ സ്നേഹവും സന്തോഷമൊക്കെ നമുക്ക് പങ്കിടാൻ പറ്റുക. ഇതാണ് ദിസ് ഈസ് ദി മൈ ലൈഫ് സ്റ്റോറി കണക്റ്റഡ് വിത്ത് SB കോളേജ് ഇൻ എ നട്ട്ഷെൽ. From the remote village of Wonderland, where I studied in Crescenda till 10th class, joined SB for 3 degree, continued my studies there, finished my PhD with reasonable good ranking, and throughout this period, I was inspired by the teachers, inspired by the inspiring teachers who were lights for me. Stars for us. കേട്ട ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് ഈ അനുഭവം SB കോളേജിൻ്റെ ആ 7 വർഷത്തെ പഠിച്ച അനുഭവം ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പേർ പങ്കെടുക്കും. Thousands, hundreds and thousands of students whom I taught. I passed on this spirit to them, this light, but I have to them. എൻ്റെ ഒരു പ്രോഗ്രഷൻ ഞാൻ
താങ്ക് യു സാർ. ഈ 8 വർഷം ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നോ? 7 വർഷം 7 വർഷം ഹോസ്റ്റലിൽ തന്നെ, ഈ സൗഹൃദത്തിൽ തന്നെയായിരുന്നു? അല്ലല്ല, പ്രീ ഡിഗ്രിക്ക് സെന്റ് തോമസ്. അവിടെ നല്ല ഓർമ്മകളുമുണ്ട്, പക്ഷേ സങ്കടത്തിൻ്റെ ഓർമ്മ. നല്ല ഓർമ്മ പറഞ്ഞാൽ കൂട്ടാണ് നല്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ അഡ്വഞ്ചേഴ്സ്, തേങ്ങാടിയിൽ ഏറ്റവും വലിയ അഡ്വഞ്ചറസ് സെക്കൻഡ് ഷോയ്ക്ക് പോകും. ചിന്തിക്കാൻ പറ്റില്ലത്. സെക്കൻഡ് ഷോയ്ക്ക് പോയൊരു പ്രശ്നമുണ്ട്, പോകാൻ പാടില്ല. ഫസ്റ്റ് സ്റ്റഡി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പടി പോകാൻ പാടില്ല. അഡ്വഞ്ചറസ് ആയിട്ട് പോയിട്ട് വരുമ്പോൾ സീനിയേഴ്സ് ഒരു പറ്റിയിട്ട് മുണ്ട് കെട്ടിക്കുന്നു. എനിക്കൊരു കണ്ണാടിയൊക്കെ വെച്ചു ഓർക്കും. ഞങ്ങൾ നിലത്ത് കിടക്കുമല്ല, എന്നിട്ട് എഴി. പക്ഷെ ഞങ്ങളെ പറ്റിക്കാതിരിക്കുന്നതാണ്, അവർക്കറിയാം ഇത് പോയിട്ട് വരുന്നത്. അത് അങ്ങനെ ഒത്തിരി അഡ്വഞ്ചർ. പിന്നെ ഒരു ദുഃഖത്തിൻ്റെ ഒരു ഓർമ്മയുണ്ട്. അന്ന് ആ കാലഘട്ടത്തിലാണ് ഒരു വലിയ പറമ്പിൽ അച്ഛൻ അവിടെ വാടകയാണ്. ഈ ഐസക് കോളേജിലേക്ക് ശേഷം ഇത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം പഠിപ്പിച്ചിരുന്ന ഇവരെല്ലാവരും കൂടി ഒരു ബോട്ട് ട്രിപ്പ് കുട്ടനാട് റാണി ചിത്ര. അത് നമ്മുടെ ഒരു കൊച്ചു കുട്ടി എനിക്കുന്നത് നമ്മുടെ ഒരു സാറിൻ്റെ ഫിസിക്സ് സാറിൻ്റെ കുട്ടി കൈ അബദ്ധത്തിൽ വെള്ളത്തിൽ. ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ വിത്ത് കാസക്, ഐ തിങ്ക് ഷൂ വിത്ത് കാസക്, ഈ ജമ്പിൻ്റെ സംഭവം ഈ കുട്ടി എടുത്ത് അദ്ദേഹം ലിഫ്റ്റ് ചെയ്തു. പക്ഷെ ബോട്ട് ഇടിച്ചു, എന്തോ സംഭവിച്ചെന്നാ മനസ്സിലായി. ബട്ട് അത് മനസ്സിലാക്കി അതൊരു. പിന്നെ അന്ന് ഏറ്റവും ഈ ആവേശം തന്നൊരു ഓർമ്മയുണ്ടോ, PC മാത്യു മെമ്മോറിയൽ ബാസ്കറ്റ് ബോൾ നമ്മുടെ എല്ലാ വർഷവും നോക്കിയിരിക്കുന്നതാണ്. അവരൊക്കെ ഞാൻ ഇവിടെ കാണാറ്. ഇവിടെ ഉള്ളൊരു സെൻട്രൽ എക്സൈസിലുണ്ടായിരുന്ന പലരുണ്ട്. ഹാലി ടീപ്പോ, പ്രിൻസ്, റിബറും. അന്ന് ഇക്ബാൽ ഇവിടെ ഉണ്ട്, ഒരു റിസർച്ച് സ്കൂൾ ഇക്ബാൽ. പിന്നെ ഫിറോസ് ഇവരൊക്കെ ഇവിടെ എറണാകുളത്ത് കണ്ടുകൊണ്ടിരുന്നു. മോൺസി. എനിക്ക് ഇവിടെ ഓർമ്മ, അവിടുത്തെ ഓർമ്മ ഇവിടെ പിന്നെ കണ്ടത്. അവരെ കാണുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എനിക്കറിയാം, നിങ്ങൾ ബാസ്കറ്റ് ബോളിൽ താരങ്ങളായിട്ട് അവിടെ ഞങ്ങൾ നോക്കിയിരിക്കുന്ന. അപ്പോൾ SB കോളേജിലുള്ളവർക്ക് സ്പോർട്സിനോടുള്ള ആ ഒരു താല്പര്യം, നമ്മൾ കളിച്ചില്ലേ പോലും. വി വർ അപ്രീഷിയേറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ദിസ് ഗെയിം. നോക്കിയിരിക്കുക ബാസ്കറ്റ് ബോളാണ് നമ്മുടെ. ഇപ്പം അത് എത്രയോ പേര് ഇപ്പം നമ്മുടെ കുടുംബത്ത്, നമ്മുടെ നാട്ടത്തിൻ്റെ കുടുംബത്ത്, പിന്നെ ജോസ് കുര്യൻ, ഐവൻ ആന്റണി, ഇവരൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമുക്ക് ന്യൂഡറായിട്ട് വന്ന ആൾക്കാരാണ്. ബാസ്കറ്റ് ബോളിൻ്റെ കാര്യത്തിൽ ഒരു ചരിത്രമാണ് വലിയത്. അതൊക്കെ ആ സ്പോർട്ടിനോട് താല്പര്യമൊക്കെ നമുക്ക് ജനിച്ചത് അവിടെ നിന്ന് ഉണ്ടായതാണ്. അതിവിടെ ഒരിക്കലും ആൽബർട്സിനൊരു സിന്തറ്റിക് കോർട്ട് വന്നപ്പോൾ ഞാൻ ഫിറോസിനെ മോൺസിയോടെ വിളിച്ചത്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. ഞാൻ ഇവിടെ ചില കാണുന്നത് അന്നൊന്നും സ്കൂളുകളിലൊന്നും ബാസ്കറ്റ് ബോൾ കോർട്ട് ഇല്ലല്ലോ. SBയിലൊക്കെ വരുമ്പോഴല്ലേ ഈ കോർട്ട് കാണുന്നത്, ഈ ബോൾ കാണുന്നത്. ഞാൻ വാസ്തവത്തിൽ ഇത്രയും വലിയ ബോൾ കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാം വോളിബോൾ ഇവിടെ കളിക്കും. നമുക്കൊക്കെ പൊക്കമില്ലാത്തതുകൊണ്ട് ലിഫ്റ്റ് വേണം, ഒരുപാട് ലിഫ്റ്റ്. പക്ഷേ ഇത്ര കൂടുതൽ ബോളുള്ളതാണ് ബാസ്കറ്റ് ബോൾ. ഇങ്ങനെ അതൊക്കെയാണ് പ്രീ ഡിഗ്രിയിലെ അനുഭവം. ഡിഗ്രിയിൽ ഇതുപോലെ തന്നെ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഇടയ്ക്ക്. അപ്പം അങ്ങനെ ലൈഫ് അതുകൊണ്ട് PG ആരോ സംഗതി കുറച്ചുകൂടി മാറി, സീരിയസ് ആയി, കുറച്ച് പഠിത്തത്തിലേക്കൊക്കെ പോയി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ 78-79 ഇവിടെ യൂണിയൻ ചെയർമാനായിരുന്നു. SB കോളേജിൽ യൂണിയൻ ചെയർമാനായിരുന്നു. അത് ഞാനങ്ങനെ വരാൻ ഐ വാസ് നോട്ട് എ പൊളിറ്റീഷ്യൻ, to be very frank with you. I mean, never into a political party. So I was involved in national service scheme activities, then social service scheme, ICAF, All India Catholic University, Christian. അതിലൊക്കെ പങ്കെടുത്തുകൊണ്ടാവാം. എവിടെ ഒരു ചോയ്സ് വന്നപ്പോഴത്തേക്കും എന്നെ ചെയർമാൻ ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അന്ന് വന്നു, ചെയർമാനായി. അന്നാണ് ഒരു പക്ഷേ ഞാൻ ആദ്യം കാസ്റ്റിംഗ് വോട്ട് ചെയ്ത ചെയർമാൻ. ACO സാറ് അസംബ്ലിയിൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത പോലെ 2 ഗ്രൂപ്പായിട്ട് ഈക്വലായിട്ട് വന്നപ്പോൾ ഞാൻ കാസ്റ്റിംഗ് വോട്ട് ചെയ്തു. അത് കേസിൽ പോയി. കാരണം എനിക്കൊരു വോട്ടുണ്ട്, അതിൻ്റെ പുറത്താണ് കാസ്റ്റിംഗ് വോട്ട്. പക്ഷേ അസംബ്ലിയിലെ സ്പീക്കർക്ക് വോട്ടില്ല. അതെ, അപ്പം കണ്ടക്ഷൻ ഞങ്ങൾ പറഞ്ഞ കണ്ടക്ഷനാണ് കറക്റ്റായിട്ട്. കാരണം ബൈ വെർച്യൂ ഓഫ് ഇലക്ടഡ് കാൻഡിഡേറ്റ് സ്പീക്കറെ നേരിട്ട് എലക്ട് ചെയ്യുമല്ലോ, സ്പീക്കറായിട്ട് എലക്ട് ചെയ്യുമല്ലോ, ചെയർമാനായിട്ട് എലക്ട് ചെയ്യും. അതുകൊണ്ട് ഐ ഹാവ് ദ റൈറ്റ് ടു വോട്ട്. പ്ലസ് ബീങ് ദി എന്താ പറയുക, അത് ഇതിൻ്റെ യൂണിയൻ്റെ ചെയർമാൻ എന്ന നിലയിൽ കാസ്റ്റിംഗ് കൊണ്ട് ഞങ്ങൾ അതിന് ഒത്തിരി ആദ്യമായിട്ട് കവിയരംഗ സംഘടിപ്പിച്ച് ഞങ്ങൾ കവിയരംഗം ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോളേജസ്. അന്ന്
അയ്യപ്പ പണിക്കർ, കടമറ്റ രാമകൃഷ്ണൻ, പിന്നെ ഒരു കുറേ പേര് കൂടി ഞാൻ ഇപ്പോൾ എനിക്ക് സഹകരിച്ച ആൾക്കാർ ജോസ് ടി തോമസ്, പിന്നെ ഒരു മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നൊരു കവിയരൻ ആദ്യമായിട്ട് കോളേജ് ഞങ്ങളെ സംഘടിപ്പിച്ചു. കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, സ്റ്റാർട്ട് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. ഇതെല്ലാം നമ്മുടെ സാറന്മാരെല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു. വെരി പുളിക്കുപറമ്പത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെല്ലാം എസ് ബി കോളേജാണ് ചുരുക്കം പറഞ്ഞാൽ എന്നെ ഞാനാക്കിയതും. ഞാനായതുകൊണ്ട് ഒരുപാട് പേർക്ക് അങ്ങനെ അതിൻ്റെതായ ചൈതന്യം എനിക്ക് ഈ യൂണിയൻ ചെയർമാൻ ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടേ ഞാനൊന്ന് ജസ്റ്റ് ചോദിക്കുക, ഈ യൂണിയൻ ഇലക്ഷൻ സമയത്തൊക്കെ ഭയങ്കര റൈവലറി ആണല്ലോ, അതിനെപ്പറ്റി എന്തെങ്കിലും സാറിന് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ NSS കോളേജുമായിട്ടോ അസംഷൻ കോളേജുമായിട്ടോ എന്തെങ്കിലും റൈവലറി അങ്ങനെ ഉണ്ടോ? അതായത് റൈവലറി എന്ന് പറഞ്ഞാൽ ഒരു സെമി അതായത് യൂണിയൻ വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ അസംഷൻ കോളേജുമായിട്ട് നമുക്ക് എപ്പോഴും എന്താ പറയുക ഒരു മത്സരമായിട്ടാണ് കാണുന്നത്. പക്ഷേ അവരുടെ യൂണിയൻ ഇലക്ഷൻ നമ്മളെ വിളിക്കും, നമ്മളൊരു സമരം പോയി അവിടെ പോയി നമ്മളെ വിളിക്കും, അവരെ കൊണ്ട് വരാൻ പക്ഷെ നമ്മളിവിടെ പോകും. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത് നമ്മുടെ ഗോൾഡൻ ജൂബിലിയുടെ സമയത്ത് വലിയ ഇഷ്യൂ ഉണ്ടായി, അവരുമായിട്ട് വലിയൊരു പ്രശ്നമായി. അതൊരു നമ്മളൊരു പോലീസ് കേസിൽ കൊണ്ടായിരുന്നു. അതിനുശേഷമാണ് അസംഷനായിട്ടൊരു റിഫ്റ്റ് ഉണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ കാര്യം പറയാം, ഓഫ്കോഴ്സ് KSC KSU പാനലിലെ ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ. പക്ഷേ പൊളിറ്റിക്കലായിരുന്നില്ല ഞങ്ങളുടെ ആക്ടിവിറ്റി. എനിക്ക് ഒരാൾക്ക് പരിചയമുണ്ട് എന്നുള്ളത് മണിസാറുമായിട്ടും ഒന്ന് ജോർജ് സാറുണ്ടായിരുന്നു, പിന്നെ CF സാറ്, പിന്നെ ഇവർക്കായിട്ട് നമ്മൾ അറിയാം. പക്ഷേ പൊളിറ്റീഷ്യനായിട്ടായിരുന്നില്ല ഞങ്ങളുടെ ആക്ടിവിറ്റീസ്. നമ്മൾ കൂടുതലും കോളേജിലെ ലൈഫ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കോളേജിലെ അക്കാഡമിക് ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, നാടകങ്ങൾ, ഡ്രാമ, ഇതിലൊക്കെയാണ് നമ്മുടെ ഫോക്കസ്. എനിക്കൊന്ന് അതൊരു മറ്റിടത്തൊക്കെ അങ്ങനെയല്ല. മറ്റു പലയിടത്തും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയർമാനാകുന്നതും കൗൺസിലാകുന്നത്. ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഫോക്കസ് വരുന്ന പൊളിറ്റിക്സിലല്ല, കൾച്ചറൽ ആൻഡ് സോഷ്യൽ മാഗസിൻസ്, നല്ല മാഗസിൻ ഇറക്കുക, കവിതകളുള്ളവർക്ക് കണ്ടുപിടിക്കുക, അങ്ങനെ. സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു വ്യത്യാസം ഞാൻ കണ്ടു ഇവിടെ വരുമ്പോൾ. പലയിടത്തും ഇവിടെ മാത്രമല്ല, മഹാരാജ് കോളേജായാലും മറ്റെല്ലാ കോളേജിലും ഇതാണ്, പൊളിറ്റീഷ്യൻസ് പൊളിറ്റിക്സിന് വേണ്ടിയിട്ടാണ് ചെയർമാൻ, അല്ലാതെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാറ്റ് ഇസ് എ മാർക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ഓഫ് കോളേജ് യൂണിറ്റ്സ്. പക്ഷെ നമ്മുടെ കോളേജ് ഞാൻ പഴയ ഫോട്ടോ ഒക്കെ ഒരു ഗൗണൊക്കെ ഇട്ട് ഒരു പ്രത്യേകത ഉണ്ടെന്ന്. സാറേ, നമ്മുടെ കോളേജിന് SB കോളേജിന് നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ട്, നല്ലൊരു ലൈബ്രറി ഉണ്ട്, ക്യാൻറ്റീനുണ്ട്, ഒരു ബാങ്ക് ഉണ്ട്. ഇതിൻ്റെ സാർ ഇതിലേതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നൊന്ന് പറയാമോ? ക്യാൻറ്റീനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക. ഹോസ്റ്റലുണ്ടല്ലോ, ഹോസ്റ്റലുണ്ടെങ്കിൽ പോലും ഈ ക്യാൻറ്റീൻ ഒരു രസമുള്ള സ്ഥലമാണ്, സീനിയേഴ്സൊക്കെയുള്ള സ്ഥലം. അതായത് ഒരു ഫിലിപ്പ് ഉണ്ടായിരുന്നു. ഈ ഫിലിപ്പ് ഒരു പാട്ട് NSS വർക്കിന് പോകുമ്പോൾ ഫിലിപ്പ് ഇങ്ങനെ നമ്മുടെ പഴയ നാടൻ പാട്ടുകൾ, ചുള്ളി ചെറിയ നാടൻ പാട്ടുകൾ അത് പാടുന്നു. പിന്നെ തോമസ് രവി അവിടെ ഉണ്ടാവും. പിന്നെ ക്യാൻറ്റീനിൽ നിന്ന് നടത്തുന്ന ആളായിട്ട് അവിടെ ഒരു ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പിന്നെ ഓഡിറ്റോറിയം ലൈബ്രറിയും പറഞ്ഞാൽ ലൈബ്രറി ഇപ്പോഴും ഓർക്കുക. നമ്മൾ പറയും മറ്റപ്പള്ളി, ഫാദർ മറ്റപ്പള്ളി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ലൈബ്രറി കൊണ്ടുവരുന്ന ഇദ്ദേഹം വളരെ കൂടുതലാണ്. അദ്ദേഹം ലൈബ്രറിയിൽ എത്ര സൈലൻസും ഉണ്ട്, ഇഷ്ടംപോലെ ബുക്കുകൾ. എനിക്ക് അവരെല്ലാം ഓർമ്മയുണ്ട്. PG പോകുമ്പോൾ ഞങ്ങൾക്ക് രക്ഷപ്പെട്ട ലൈബ്രറി ഉണ്ടാകും. അതാണ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ആ ബിൽഡിംഗ്. ലൈബ്രറി എന്ന് പറയുന്നത് കോളേജ് അവകാശപ്പെടാൻ പറ്റത്തില്ല. എയർ കണ്ടീഷൻ ആയിരുന്നു അല്ലേ? അത് ഇപ്പോഴാക്കിയതാണ്. ഈ ഓഡിറ്റോറിയത്തിൽ മാത്രം പ്രശ്നം ഉണ്ടായിരുന്നു, എക്കോസ്റ്റിക് ശരിയായിരുന്നു. അത് നിങ്ങൾ ഓർമ്മയുണ്ടോ? പണ്ടൊക്കെ ഓർമ്മയുള്ള ഒരാളുടെ പേര് ഞാൻ പറയാം, ഒരു ജോസഫ്, പുള്ളി ഇച്ചിരി മട്ടൻ ജോസഫ് കൂടെ വിളിക്കുന്നത്. പുള്ളി ഒരു കഥാപുസ്തകം നടത്തിയാണ്. പുള്ളി പറയുമായിരുന്നു കോണ്ടിനെൻ്റൽ ലെവൽ ഓഡിറ്റോറിയം, പഞ്ചായത്ത് ലെവൽ സൗണ്ട് സിസ്റ്റം അവിടെ. പുള്ളിയുടെ ഇടയ്ക്കിടയ്ക്ക് പറയും. പുള്ളിയൊരു നല്ല മനസ്സിലായിരുന്നു. പുള്ളിയൊരു കഥാപ്രസംഗമൊക്കെ പറയുന്നത് ഞാൻ പറയും, എൻ്റെ മനസ്സിൽ നിന്ന് നുള്ളിക്കൊഴിഞ്ഞാൽ അള്ളിപ്പിടിക്കുന്ന ഓർമ്മകൾ വാങ്ങി പറയും. പുള്ളിയുടെ ഒരു തമാശ. പുള്ളി അറിയാം, ജോസഫിനെ ഞങ്ങൾക്ക് എല്ലാവരും പലർക്കാക്കുന്നതന്നെ അറിയാം. ജോസഫ് നല്ല തമാശ. അതെ, മരിച്ച് അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ എല്ലാവരും നോക്കും, ഭയങ്കര ഇടിയായിരിക്കും വലത്ത് ബസ് കർത്താവിനോട്. നോക്കുമ്പോൾ SB കോളേജിൻ്റെ പ്രിൻസിപ്പൽ കുര്യാളശ്ശേരിയോടെ നിൽക്കുന്നു. അതിൻ്റെ പുറത്ത് കയറി അവരുടെ പെക്കോമിസും അസംഷനിലെ പ്രിൻസിപ്പൽ കാണും,
എല്ലാവരും നിങ്ങളെല്ലാം കൂടി ഇടിച്ച് തിങ്ങി നിൽക്കുക. അവൻ ജോസഫ് മാത്രം എടുത്തു വെച്ച് ഈ ആരോഗ്യമില്ലല്ലോ ഇടിക്കാൻ. കർത്താവിനെ നോക്കും ഒരൊറ്റ എബൌട്ട് ഭാര്യ പോയി സ്വർഗത്തിൽ. കർത്താവ് ഒരു എബൌട്ടൻ അടിച്ചു കഴിയുമ്പോൾ ജോസഫ വളർന്നു വരുന്നത്. ജോസഫ് അത് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതേ ഒരു ജീനസ് ആയിരുന്നു ഈ ജോസഫ്. പക്ഷെ പലപ്പോഴും ഒരു കോളേജിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കും, തമാശകൾ പറയും. പുള്ളിയെ വിളിച്ചിട്ട് തമാശ പറയിപ്പിക്കുന്ന അവരുടെ ഹോബി. പുള്ളിക്ക് പ്രാസവും അനുപ്രാസവും പണ്ട് പറയുന്നത്. സാർ ഈ ഹോസ്റ്റലിൽ നിന്ന് നാട്ടിലോട്ട് വീട്ടിലോട്ട് എത്ര ഡ്യൂറേഷൻ കഴിഞ്ഞാൽ പോകാറുള്ളത്? സാധാരണ ഞാൻ പറഞ്ഞു ശരിക്ക് ചില അമ്മ വീട് മീനിടം അവിടെയൊക്കെ പോകും. വണ്ടമ്പഴ പൊക്കെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി നെടുങ്കണ്ടം വണ്ടികളെ കുമ്പളി വണ്ടിയൊക്കെ ഞാൻ പോകുന്നു. സാധാരണ നമുക്ക് ഓണം പൂജാവധി ഉണ്ടെങ്കിലും 3-4 ദിവസം ഓർക്കുന്നുണ്ട്. മോർണിംഗ് സ്റ്റാർ വണ്ടി ഇതിലാണ് വരവും പോകും. മോർണിംഗ് സ്റ്റാർ വണ്ടി അതിലാണ് കയറി പോകാൻ. അതൊരു യാത്രയാണ്. നമ്മൾക്ക് നിങ്ങൾക്കറിയാം, എൻ്റെ ചെറുപ്പകാലത്തെന്ന് പറഞ്ഞാൽ 1-2 സ്വരാജ് ബസ് ഉണ്ടായിരുന്നു, സെൻറ്റ് ജോർജ് ബസ്, ഈ 2 ബസ്. അപ്പോൾ ഞങ്ങളൊക്കെ എന്തോ ഒരു വണ്ടി സ്വരാജ് ബസ്സില്ല, മറ്റേ സെൻറ്റ് ജോർജ് ബസ് മൂക്കുള്ള വണ്ടി എന്ന് പറയും. ഈ ഫ്രണ്ട് ഈ ലോറിയുടെ ഫ്രണ്ട് പോലെ അതാണ് എഞ്ചിൻ വെളിയിൽ. അതാണ് എൻ്റെ ഓർമ്മ. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഡ്രസ്സൊക്കെ ഇട്ട് പോരും. ഇവിടെ കോട്ടയത്ത് ചങ്ങനാശ്ശേരി പോകാൻ നാട്ടിൽ പോകാൻ. അന്ന് ആ ബസ് വന്നിട്ട് നമ്മൾ തിരിച്ചു പോകും. ആ അവസ്ഥയായിരുന്നു അന്ന്. ഇന്നിപ്പോൾ നമ്മൾ മോനെ ഞാനിപ്പോൾ സംസാരിച്ചിരിക്കുക നിങ്ങളുടെ നാട്ടിൽ ഹോസ്റ്റലിൽ ഇരുന്നവരുമായിട്ട് സംസാരിച്ചാൽ വന്നത്. അത്രേ ഉള്ളൂ ലോകം. അതെ അതെ. ഈ കുമ്പളിക്കൊക്കെ പോകുന്ന സമയത്ത് സാറ് ഫ്രണ്ട്സൊക്കെ കാണുമോ അതോ ആരെയും കൂടെ കൊണ്ടുപോകുമോ? അങ്ങോട്ടൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഹോസ്റ്റലിലുണ്ടായിരുന്ന എൻ്റെ മറക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഈശോ ജേക്കബ്. അദ്ദേഹത്തിൻ്റെ മരണാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് മിസ്റ്റർ ഉമ്മനുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നത്. ആ ഒരു പോസ്റ്റ് കൊണ്ട് ഈശോയെ കുറിച്ച് അതിനുസരിച്ച് ഞാൻ വിളിച്ചിരുന്നത്. അപ്പോൾ ഈശോയായിട്ട് അത്ര ആത്മാർത്ഥത അടുപ്പം വരാൻ കാരണം ഇദ്ദേഹം ഒരു അന്ന് തന്നെ ഒരു പ്രീച്ചറായിരുന്നു, ഒരു പെന്തക്കോസ്റ്റ് പ്രീച്ചറായിരുന്നു ഈശോ. ഞാൻ എൻ്റെ റൂംമേറ്റായിരുന്നു, പലരും അതിശയിക്കും. എൻ്റെ ഒരു രീതി വേറെ, ഈശോയുടെ രീതി സ്പിരിച്വലായിട്ട് ഞാൻ കുറച്ചുകൂടെ ദിസ് വേൾഡിൻ്റെ എന്ന് വെച്ചാൽ എല്ലാ കാലത്തും എല്ലാവരുടെ കൂടും ഒരു ചെറിയ ഉഴപ്പൊക്കെ ആയിട്ടിരുന്നതാണ്. ഇത്രയും ഡിസിപ്ലിനായിട്ട് സ്പിരിച്വലായിട്ട് ഇരുന്ന് ഈശോയായിട്ട് എങ്ങനെ ജീവിച്ചു പോകുന്നുള്ളത് പലരും തമാശയായിട്ട് എങ്ങനെ ചോദിക്കാറുണ്ട്. അദ്ദേഹം അന്ന് മുതലിരിക്കില്ല വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് അപ്രൈറ്റ് പേഴ്സൺ വിത്ത് ഡീപ് സ്പിരിച്വാലിറ്റി എൻ്റെ അനുഭവത്തിൽ. പിന്നെ പഠിക്കാൻ ഇത്തിരി താമസമാണ് അദ്ദേഹം വന്നത്. ഇവിടെയൊക്കെ പഠിച്ചത് CMS കോളേജ് വന്നിട്ട് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിസ്തീയ കാഴ്ചപ്പാട് ഞാനത് അദ്ദേഹത്തിൻ്റെ വൈഫ് കേട്ടോണ്ടെങ്കിലും ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് അദ്ദേഹം വളരെ ഇഷ്ടത്തിലായിട്ട് ഒരുപാട് കാലം ജീവിച്ചു. അപ്പം അദ്ദേഹത്തിന് അവരുടെ കുട്ടി പേര് ഞാൻ പറഞ്ഞുപോയി, ഇവിടെ പിന്നെ PSC നഴ്സിംഗിന് പഠിക്കുന്ന കാരണം ഈശോനോട് പറഞ്ഞിരിക്കുന്നു വളരെ വിഷമം പറയാൻ കാരണം വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ്സിലെ ഞങ്ങളൊരു ക്ലാസ്മേറ്റിൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് ആരൊക്കെ പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ പേര് വന്നത് ഈശോ ജേക്കബോ റോബിൻസ് രണ്ടുപേരും. ഈശോ എന്നിട്ട് എന്നെ വിളിച്ചു, റോബിൻസ് എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് എന്താ ഈശോ എന്താ അങ്ങനെ പറഞ്ഞു. ഞാൻ തുറന്ന് പറയാറുണ്ട്, ഇതാണ് സംഭവം, ഞാനൊരു കുട്ടിയായിട്ട് വലിയ ഇഷ്ടത്തിലാണ്, അത് കല്യാണം എന്നും നടക്കുന്നില്ല, അങ്ങനെയൊന്നും അറിയില്ല, എനിക്ക് ഈ കല്യാണം കാണാനുള്ള മാനസിക ശക്തി ഈശോസ്റ്റഡി. ഞാൻ അന്നാ മനുഷ്യൻ്റെ ഹൃദയം മനസ്സിലായി. അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി അത്ര ഗാഠമായ സ്നേഹത്തിലാണ് അദ്ദേഹം. ആ കുട്ടിയെ ഒരു ബിബ്ലിക്കലായിട്ട് തന്നെ പലതും എല്ലാം ഈശോയോട് എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പം അത്രയ്ക്ക് ഡീപ്ലി സ്പിരിച്വലാണ്, മീനിങ്ഫുള്ളി സ്പിരിച്വൽ ആയിരുന്നു അത് ഈശോയെക്കുറിച്ച് പറയാനുള്ളതാണ്. പിന്നെ ഞങ്ങൾ പോയി പലയിടത്തും സമാനം വാങ്ങിച്ചിട്ടുണ്ട്. ഡിബേറ്റിന് പോയിട്ട് രണ്ട്, അതായത് സപ്പോർട്ടും പ്രോ എഗൻസ്റ്റ്, സപ്പോർട്ടിങ് ദ മോഷൻ, ഒപ്പോസിങ് ദ മോഷൻ, രണ്ട് സൈഡിനെ കൂട്ടിയിട്ട് ഞങ്ങളെ ഒരുമിച്ച് മാർക്കിട്ട് ഞങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. ഈശോ എന്നെ കഴിഞ്ഞ കൂടുതൽ പ്രകല്പന ഒരു വാഗ്മിയാണ്. ഞാനും ഒരു ചെറിയ പ്രസംഗ തൊഴിലാളിയാണ്, പക്ഷേ ഈശോ ഈസ് ബെറ്റർ. ഇതിൻ്റെയൊക്കെ മുമ്പിലുള്ള
ഒരു എല്ലാ പ്രശ്നത്തിനും പോയി ഒരുപാട് ട്രോഫികൾ കോളേജിലൂടെ ഇതിലൂടെ വന്നിട്ടുണ്ട്. നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സംസാരത്തിൽ വരുമ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റി ഞാൻ പറഞ്ഞത് പെരിഫറൽ സ്പിരിച്വാലിറ്റിയാണ്. വെറുതെ പള്ളിയിൽ പോക്കലോ ബൈബിൾ വായിക്കലോ ആണ് ഡീപ്ലി സ്പിരിച്വൽ, മീനിങ് സ്പിരിച്വൽ. അതാണ് ഈശോ ഞാൻ കണ്ടത്. പിന്നീട് ഞങ്ങൾ മനോരമ എന്തൊക്കെ എഴുതുമായിരുന്നു, ഈ ഹൂസ്റ്റൽ ഈശോ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ വന്നു അദ്ദേഹം ജേർണലിസ്റ്റ് അസോസിയേഷൻ ലിറ്റററി കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ എന്നെ കാണാൻ പറ്റും വന്നിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വീട്ടിലൊക്കെ പോയി. എനിക്കറിയാം ഈശോയുടെ വ്യക്തിപരമായ കാര്യങ്ങളും വീട്ടിലെ കുട്ടിയുടെ എല്ലാം എനിക്കറിയാം. ഗുഡ് ഫ്രണ്ട് ഓർമ്മയെ നിൽക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഒത്തിരി പെൺകുട്ടികൾ പറഞ്ഞു വന്ന പ്രഗത്ഭരായ കൂടെ ഉണ്ടായിരുന്നു. അഗസ്റ്റിൻ പീറ്റർ പുള്ളി ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് കഴിഞ്ഞു, കോമ്പൻസേഷൻ കമ്മീഷൻ മെമ്പറായിരുന്നു. ഞങ്ങൾ മുറിയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ ആ PG ഹോസ്റ്റൽ താമസമാണ് അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് ഇപ്പം സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നു. ഞങ്ങളുടെ ബാക്കിലുള്ളതാണ് പലരുള്ള അതിലുണ്ടായിരുന്ന എല്ലാ ഓരോരോ മേഖലകളിൽ എനിക്കൊന്ന് കോളേജ് അധ്യാപകരുടെ ഏറ്റവും കൂടുതൽ അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സെക്കൻഡ് ഇയർ സീനിയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ അതായത് ഞാൻ ഫസ്റ്റ് ഇയർ PG ആയിരുന്നപ്പോൾ, ഫൈനൽ ഡിഗ്രി ആയിരുന്നപ്പോൾ PGക്കുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് വളരെ അടുപ്പമായിരുന്നു. അതിലൊരാളാണ് ഒരു MS ജെയിംസ്, മാതൃപള്ളി അതിരമ്പുഴക്കാരൻ. ഇവിടെ PGക്ക് പഠിച്ചത്. ഞാൻ എല്ലാ മുറിയിൽ പോകുമായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടിയിരുന്നു. അത് നിങ്ങളിൽ പലരും പങ്കെടുത്ത ഒരു സമരത്തിൻ്റെ ഒരു ചരിത്രം ഞാൻ പറയാം. നിങ്ങൾ പലരും പങ്കെടുത്തിട്ടുണ്ടാവും, ഓർമ്മയുണ്ടോ? ഒരു KSRTC ബസ് ജീവനക്കാരുമായിട്ട് നമ്മൾ ഭയങ്കരമായ ഒരു സംഘടന ഉണ്ടായത് ആർക്കും ഓർമ്മ. അത് ചരിത്രം എന്താണെന്ന് നമുക്ക് ഓർമ്മ. കുട്ടികൾ ബസ് ഓടിച്ചുകൊണ്ട് നടന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു ബസ് ഓടിച്ച് അസംസം കോളേജിൻ്റെ വഴിയിൽ ആരോ കൊണ്ട് ഇട്ടു, ഒരു ബസ് ഓടിച്ച് അപ്സർ തിയേറ്ററിൻ്റെ സൈഡിൽ കൂടെ ഇട്ടു മറക്കണ്ട. അത് തുടക്കം പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മുടെ പല സംഭവത്തിനും പിന്നിലുള്ള ചെറിയ കാര്യം. അതായത് ഒരു ക്രിസ്മസ് എക്സാമിനേഷൻ അവിടെ അനൗൺസ് ചെയ്തു. പലരും ഇതൊന്നും മാറ്റി വെക്കണം, അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. നിമിത്തമായൊരു സംഭവം, സെൻറ് തോമസ് ഹോസ്റ്റലിലെ ഒരു കുട്ടി എരുമേലിക്കാരൻ, അന്ന് ശബരിമല സീസണാണ് സംഭവം. ഈ എരുമേലി ബസ്സിൽ ചാടി കയറിയപ്പോൾ ഭയങ്കര ആളായിരുന്നു. അപ്പോൾ അയാൾക്ക് ഇറങ്ങേണ്ടി വരും, തിരിച്ചിറങ്ങേണ്ടി വരും. തിരിച്ചിങ്ങനെ ഇറങ്ങിയ സമയത്ത് രാജപ്പൻ എന്നൊരു കണ്ടക്ടർ ഡോറ് വലിച്ചടച്ചു. പുറകുവശത്ത് മുട്ടി, ബാക്ക് സൈഡ് മുട്ടി പാടി. അയാൾക്ക് വിഷം മുതൽ അയാൾക്ക് വേദന എടുത്തുകൊണ്ട് തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് ഇയാൾ കിടന്നപ്പോൾ ആരും വന്ന് പുറത്തൊരു പാട് ഇടത്ത് പറ്റിയെടുക്കാൻ പറഞ്ഞു. അതാ KSRTC റെഡിയായിട്ട് അവൻ ഞാൻ ഇറങ്ങിയപ്പോൾ ഒറ്റ വരി പുറത്ത് മുട്ടി. ഇതൊരു ഇഷ്യൂ ആക്കി കുട്ടികൾ. ഈ വിഷയമായിട്ട് ഇവിടെ വരുന്നത് ഞാനവിടെ ഈ PG ഹോസ്റ്റലിൽ ഈ ഇവരുടെ റൂമിലിരിക്കുക. MS ജെയിംസും ഒരു മറ്റൊരു പേര് എബ്രഹാം, അതെ കുന്നപ്പള്ളി എബ്രഹാം, അദ്ദേഹം പിന്നെ ബാങ്ക് ഓഫീസിൽ കയറി അവിടെ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് അവർ ഇത് ശരിയില്ല. അവിടെ തുടങ്ങിയതാണ് ഒരു ചെറിയ ഒരു തരി സ്പാർക്ക്. പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തു. ഒരുപാട് പേര് വരുന്നു. എനിക്കെൻ്റെ വസ്തുത അറിയാം. ഞാൻ പറയുന്നു ഇത് ഇത്രയേ ഉള്ളൂ, നമുക്ക് സംസാരിക്കാം, കേസ് കൊടുക്കാം. അവനോനോ രാജപ്പനെ അറസ്റ്റ് ചെയ്യണം. അതായത് ഒരു ചെറിയ ഒരു തീയുടെ തിരി വീണിട്ട് അത് ആടി പഠനം, അത് വലിയ സമരമായിട്ട് മാറുക. ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഈ വസ്തുത എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. എന്താ അവിടെ സംഭവിച്ചത് എനിക്കറിയാം. ഞാൻ ചെയർമാനെന്ന് പക്ഷേ എൻ്റെ പിടിയിലല്ല, പിന്നെ കൈകാര്യം ചെയ്യുന്നത് ജനമാണ്. അതായത് നേതാവ് അല്ലെങ്കിൽ ചെയർമാൻ ഇത് കണ്ടുകൊണ്ടിരിക്കാമെന്നുള്ളത്. അത് ഞാൻ പലരോടും പറഞ്ഞു, ഇത് നമ്മൾ ഇത്രയും വലിയ സമരത്തിന് സ്കോപ്പില്ല. ഇത് നമുക്കിത് അയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പോലീസ് പറയാം, അത് പറ്റില്ല. അത് പെട്ടെന്ന് കൂടി എല്ലാവരും ഹോസ്റ്റലുകാരും കൂടെ ഇറങ്ങി. ഞങ്ങളുടെ കൂടെ ഇരുന്ന് അവരും കൂടെ PGക്കാരെ സപ്പോർട്ട് ചെയ്തു. അവർ സപ്പോർട്ട് ചെയ്ത ക്രിസ്മസ് പരീക്ഷ, ഈ പരീക്ഷ മാറ്റി വെക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഇതിന് മുമ്പിലുണ്ടായിരുന്നത്. ഏതായാലും സംഭവം ഞങ്ങളെല്ലാം കൂടെ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നേരെ മുമ്പിലേക്ക് വരുന്നു. ആ ചങ്ങനാശ്ശേരി ടൗണിൽ നിന്ന് ഓർമ്മയുണ്ടോ, ഒരു പോലീസുകാരൻ ഇങ്ങനെ തന്നെ ആവണത്. ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ അഭിസംബോധന ചെയ്യാറ്. അപ്പോഴ് എൻ്റെ ഒരു സുഹൃത്ത്, ഇപ്പോഴും ഞാൻ പേര് പറയാം, കുഞ്ചൂന്ന് എന്നാണ് പേര്. എനിക്ക് പരിചയമുണ്ട്, കണ്ടക്ടറാണ്. നമ്മളവിടെ പഠിച്ചിട്ട് കണ്ടക്ടർ ജോലി ചെയ്തു. എന്നോട് തോന്നുന്നു ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
തിരുവല്ല ഗാരേജ്, ചെങ്ങന്നൂർ ഗാരേജ്, അവിടെ നിൽക്കുക ആൾക്കാർ ഇണങ്ങി വരുന്നുണ്ട്. ആരെൻ്റെ കണ്ടക്ടറെ നിങ്ങൾ തല്ലി അവരുടെ സംഭവം ഉണ്ടായി. അതിന് പകരം പിള്ളേർ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന ന്യൂസ് പ്രിൻ്റ് ഉണ്ടാകുന്നുണ്ട്. ഓടിച്ച ആളെ എനിക്കറിയാം. നമ്മൾ കാഞ്ഞിരപ്പള്ളിക്കാരനതുകൊണ്ട് വേറെ രണ്ടുപേരാണ്. അവർ പേരിപ്പം നമ്മളെല്ലാം വേണ്ട. ഏതായാലും ഇവർ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ ന്യൂസ് കിട്ടി. ഞാൻ നമ്മൾ സമരജ്ഞാപനം എത്ര അറിയോ, ഒരു 10,000-2,000 കുട്ടികളെ അങ്ങോട്ട് വന്നത്. അപ്പം എനിക്ക് വാണം കിട്ടി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു സൈഡിലേക്ക് മാറിയപ്പോൾ വണ്ടികളിങ്ങനെ അവിടെ നിന്ന് തുടരെ വന്നുകൊണ്ടിരിക്കും. ഒരു പടക്കം പൊടുന്ന ശബ്ദം കേട്ടു. ഈ 2,000 പിള്ളേരിൽ 2,000 തിരിച്ചോടുക. നിങ്ങൾ ചിന്തിക്കണം, മുമ്പിൽ നിൽക്കുന്നവൻ്റെ മുറയിൽ പോകുന്ന കാര്യം ആലോചിച്ച് വയ്ക്കുക. നമ്മൾ സമരം നേരിടാൻ വന്നിരിക്കുക. അപ്പോഴാണ് ഈ 2,000 കുട്ടികളും പാഞ്ഞ് തിരിഞ്ഞ് ഓടുന്നു. ഓടി. അപ്പം ഞാനും അവിടുന്ന് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടത് അതിസാഹസികമായി. ഒരു കടയുടെ അകത്ത് കയറി അവർ ഷട്ടർ വലിച്ചിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. വെളിയിൽ പോകാൻ പറ്റില്ല. അവരെല്ലാം പടക്കം എറിയുന്നു, സ്ട്രീറ്റിലിട്ട് എറിഞ്ഞു പൊട്ടിക്കുന്നു. അവിടെ ഒരു ഭയങ്കര ഒരു യുദ്ധക്കളം പോലെ മാറിയിരിക്കും. കുട്ടികളെല്ലാം വിരണ്ട് ഓടുന്നു. നമ്മുടെ ആ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ തിയേറ്ററൊക്കെ ഇരിക്കുന്ന അവിടുന്ന്, അതായത് ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു 10, 200, 300 തൊഴിലാളികൾ ഒരു കാക്കി വസ്ത്രമൊക്കെ ധരിച്ച് സിന്ദാബാദ് വിളിച്ച് എറിഞ്ഞും ശബ്ദിച്ചും മുന്നോട്ട് വരിക. ഈ വണ്ടി ഓടിച്ചതും എല്ലാം അറിഞ്ഞിട്ട് ആ സമയത്താണ് എനിക്ക് ഈ ജീവനം കൊണ്ട് ഞാൻ ഓടി. എന്നുവെച്ചാൽ 2,000 പേര് ഓടി. പിന്നെ അതിനോട് എനിക്കും ഓടാതിരിക്കാൻ പറ്റില്ല. സൈഡിൽ കൂടെ കയറി ഒരു എന്താ പറയുക, അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പുറകെ ഇത്രയും വലിയ ഓട ഓട്ടത്, ഒരു മരുന്നേക്കാലം ഓടുന്ന വലിയൊരു ഓട. ചങ്ങനാശ്ശേരി നമ്മുടെ ചെരുപ്പ് വാങ്ങുന്നില്ലേ, അവിടെ നിങ്ങളുടെ ന്യൂയോർക്കിലുള്ള ജോലി അറിയില്ലേ, ഒരു നമ്മുടെ നമ്മുടെ എൻ്റെ പേരെന്താണ്, ഗ്രീൻലാൻഡ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ്, ഗ്രീൻലാൻഡ് ഹോട്ടൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അപ്പച്ചായി എന്ന് പറയുന്ന ജോലിയുടെ ചെരുപ്പുകൾ ഉണ്ടാവില്ല, 2 ചെരുപ്പുണ്ട്. ആ ജോലിയുടെ പുറകെ കൂടെ അപ്പം മുഴുവൻ അതിലൂടെ വലിയ കാനയാണ്. അവിടെ നിന്ന് ആ കെട്ടിടത്തിന് മുകളിൽ കൂടെയാണ് ഞാൻ വന്ന് നമ്മുടെ സ്റ്റുഡിയോ ഉണ്ടല്ലോ, വിമല സ്റ്റുഡിയോ, അവിടെ വന്ന് ഇറങ്ങുമായിരുന്നു. അവിടെ വന്നപ്പോൾ ഇവരുടെ മുമ്പിൽ പെട്ടു. അതിൽ മുദ്രവാൻ കിട്ടിയില്ല. ഇതിനെ ഞാൻ രക്ഷപ്പെട്ട് വന്നപ്പോൾ അറിയുന്നത് ഈ വണ്ടി ഓടിച്ചതും അങ്ങനെ ഒന്നും അവരിളകിയതും. പിന്നെ വലിയ കേസൊക്കെ മാറി, ഇതിൻ്റെ പോലീസ് കേസൊക്കെ ആയി. അന്ന് തന്നെ യൂണിയൻ സെക്രട്ടറി ആയിരുന്ന പേര് ജേക്കബ് ജോബ്, ഓർമ്മയുണ്ടോ നമുക്ക്? കാജാന്നാണ് നിക്നെയിം. പുള്ളിക്കാണ് IPC കിട്ടി. IPC കിട്ടി ടോമി നെച്ചക്കരി. യൂണിയനെ കുറിച്ച് വളരെ രസമാണ്. യൂണിയനുള്ളവരുടെ കാര്യം ചെയർമാൻ, പിന്നെ മാളിയൻപടി എന്നൊരാൾ വൈസ് ചെയർമാൻ. ആദ്യമായിട്ടാണ് ഒരു ലേഡി കൗൺസിലർ ഞങ്ങൾക്ക് വരുന്നത്. മേഴ്സിയമ്മ സെബാസ്റ്റ്യൻ, കോലത്തച്ഛൻ്റെ പെങ്ങള്. ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് SB കോളേജ് എ ലേഡി കൗൺസിലർ യൂണിയൻ. പിന്നെ US ഹോസ്റ്റലിലാണല്ലോ കരിയമ്പള്ളി, മത്തക്കുട്ടി ജയ കരിയമ്പള്ളി. പുള്ളി ചിക്കാഗോയാണ് അവിടെ. അദ്ദേഹം ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ്. ടോമൻ തച്ചങ്കരി റേഡിയോ റെപ്രസെൻറ്റേറ്റീവ്. പിന്നെ ജേക്കബ് ജോബ് സെക്രട്ടറി, ഈ ജനറൽ സെക്രട്ടറി. അപ്പോൾ 2 IPS അതിനകത്ത്. ജേക്കബ് ജോബിനെ IPS കൺഫർ ചെയ്തു. അദ്ദേഹം AIG ആയിട്ട് റിട്ടയർ ചെയ്തു. ടോമിൻ ഇപ്പം GP ലെവലിൽ റിട്ടയർ ചെയ്തു. ടോമിൻ ഒറ്റ യൂണിയനുള്ളതാണ്. പിന്നെ കോളേജിലുള്ള 2 പേരുണ്ടായിരുന്നു. 2 കോളേജ് സ്പെഷ്യലി ഓൾസോ വാസ് ഇൻ ദ കോളേജ്. നമ്മുടെ കോളേജ് പഠിപ്പിക്കാൻ വേണ്ടി അതേപോലെ ഒരു കാലഘട്ടം. അന്ന് പോലീസ് കേസുള്ള ആൾക്കാരാണ് ജേക്കബ് ജോബൊക്കെ. സത്യം പറഞ്ഞ സാർ 7 വർഷം വളരെ തിരക്കാണ്. ഭയങ്കര തിരക്കുള്ള. അതെ, എനിക്ക് ഐക്യഫ് ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇതിനകത്ത് കുറെ കാലം ഞാൻ കരിങ്കാലിയായിട്ട് അറിയുമ്പോൾ അത് പറയാൻ കാലമൊന്നും പോലീസ് വന്നിട്ട് എങ്ങനെയോ പേരെഴുതിക്കൊണ്ട് പോയതിനകത്ത് എൻ്റെ വിരോധം ഇഷ്ടമായിട്ടാണ്. ചെയർമാൻ്റെ പേരാണല്ലോ ആ ബുദ്ധിയിൽ ആദ്യം എഴുതിയിടുന്നത്. സെക്രട്ടറി എല്ലാവരുടെയും, ബാക്കി എല്ലാവരും പ്രതികളായിട്ടും ചെയർമാൻ മാത്രം പ്രതിയായിട്ടുണ്ട്. ഇന്നും എനിക്ക് അതിൻ്റെ ഇവിടെ എങ്ങനെ സംഭവിച്ചത്. കാരണം ഞാൻ അന്ന് ഈ IKF റെപ്രസെൻ്റ് ചെയ്ത് കൊളംബോയിൽ ഒരു സെമിനാറിന് പോയി. ഈ സമയത്ത് അന്ന് ഒരു 23 ദിവസം, അന്ന് 23 days വിഷയം കൊളംബോയിൽ വെച്ചാണ്. അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസാണ്. അത് കഴിഞ്ഞ് പിന്നെ പെനാങ്ങിന് പോയി ഇതിൻ്റെ തന്നെ ബാക്കിയായിട്ട്. അന്ന് എനിക്ക് MTOCS ഒക്കെ എനിക്ക് വളരെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ എസ് സാറായിരുന്നല്ലോ അതിൻ്റെ. ഞാൻ പലപ്പോഴും ഗസ്റ്റായിട്ട് പറയാറുണ്ട്. നമ്മുടെ ഇവിടെ തിരുവല്ലയിലെ എന്താ പറയുന്നത്, നമ്മുടെ തിരുവല്ലയിൽ
ചരൽക്കുന്ന് പല പല പ്രാദേശിക മന്ദിരങ്ങളുണ്ട്. അതൊക്കെ ആ സമരം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയാം നമ്മുടെ പല സംഭവങ്ങളും പിന്നിലത്തെ കാര്യങ്ങളാണ്. അതായത് വലിയ ഭയങ്കരമായിട്ട് മാറുന്ന പല സംഭവങ്ങളും തുടക്കം എന്തെങ്കിലും ചെറിയ സ്റ്റാർട്ടായിരുന്നു. കാരണം SBI കോളേജിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരം അത് KSRTC ബസ്സുമായിട്ടും ബസ് കത്തിക്കാൻ പോകുന്നു, ബസ് ഓടിക്കുന്നു, പോലീസ് എറിയുന്നു, ഡ്രൈവറെ അടിക്കുന്നു, അതാണ് സംഭവം. അത് അവർ റെസ്പോണ്ട് ചെയ്ത് വയലൻ്റായിട്ട് എല്ലാവരും ഓടി കിട്ടിയപ്പോഴായിരിക്കും അവർ തല്ലി കിട്ടുക ഓടി. പിന്നെ പോലീസ് കേസായി, കോളേജ് അടച്ചിട്ടും മാസങ്ങളോ ഒരു മാസത്തോളം കോളേജ് അടച്ചിട്ട് വന്നു. കോളേജ് ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു നിസ്സാര ഒരു തിരി ചെറിയൊരു ഫയർ അവിടെ ആരംഭിച്ച ഇതിൽ എനിക്കറിയാം എന്താ സംഭവം. ബട്ട് ഐ വാസ് ഹെൽപ്ലെസ്. ഹൺഡ്രഡ്സിന് വരെ മുദ്രാവാക്യം വിളിക്കും. രാജപ്പനെ അറസ്റ്റ് ചെയ്യുന്നു, റോബിൻസ് ഒന്നും പറയണ്ട, ഒരു കേസ് ഇവിടെ നടക്കില്ല. രാജപ്പനെ അറസ്റ്റ് ചെയ്യാതെ ക്ലാസ്സില്ല, ക്ലാസ് പഠിപ്പ് നടക്കും. രാജപ്പനെ അറസ്റ്റ് ചെയ്യാം, രാജപ്പൻ ശബരിമല രാജപ്പൻ ശബരിമല ഓടിക്കും. അപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷൻ ഞാനുണ്ട്. പോലീസ് സ്റ്റേഷൻ ഒരു മർമാണി ജോസഫ് എന്ന് പറയുന്ന രസയാണ് അവിടെ. ഒരു ഏതായാലും ഓരോ തമാശകൾക്ക് മനുഷ്യരുടെ കയറി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും വേണ്ടി പറയാം. ചെറുപ്പകാലത്ത് കാണിക്കുന്ന വിരുദ്ധകൾ ചെറുപ്പകാലത്ത് തീരും. ഞങ്ങൾ ആ ന്യൂമാൻസ് ഹോസ്റ്റൽ സൈഡിലെ അസംസ്റ്റിലൊക്കെ വഴിയുണ്ട്. അവിടെ നല്ല പ്ലാവാണ്. ഞങ്ങൾ രാത്രി പോയി ചക്കണ കയറിയിരിക്കുക. അപ്പോഴാണ് ഈ പോലീസ് ജീപ്പ് വരുന്നത്. നമുക്ക് അറിഞ്ഞൂടെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോടി ലൈറ്റൊക്കെ അടിക്കും. അന്നത്തെ കാലം നമ്മൾ ഈ തമാശ കളിക്കുന്ന ഒരു കാലമാണ്. ഇതിപ്പോൾ എന്താണ് അതിൻ്റെ വരുമ്പരാഴി വരുന്നത് ഈ പക്ഷേ അതൊക്കെ ഒരു ഭാഗമായൊക്കെ അനുഭവമാണ്. തന്നെ ഉണ്ടായിരുന്നു കോളേജിന്റെ എല്ലാ കാര്യങ്ങളും. എനിക്ക് എന്തോ എനിക്ക് അങ്ങനെ കിട്ടിയ 1% ആൾക്കാരെ ലൈനിൽ വരത്തും. സോഷ്യൽ സർവീസ്, നാഷണൽ സർവീസ്, ഐക്യഫുണ്ടായിരുന്നു, ജോസിസുമായിട്ട് തച്ചിലേരിയുമായിട്ടൊക്കെ ബന്ധമുണ്ടോ ഇപ്പോഴും? അതോ സാറിനെ അറിയാമോ? നമുക്കിനി അലുമിനിയെ പറ്റി പറയാം സാറിനെ. താങ്ക് യു സോ മച്ച് സാർ. കോളേജ് അലുമനായി ഇവിടെ കൊച്ചി ചാപ്റ്റർ അത് വളരെ എന്താ പറയുക വൈബ്രന്റ് ഓർഗനൈസേഷൻ. അത് പറയുമ്പോൾ അത് തുടങ്ങി വെച്ച ആളെ കുറിച്ച് പറയാനൊക്കെ അറിയാം. ഒരു ജോർജ് പാരക്കൻ, ഹീസ് നോ മോർ, ലേറ്റ് ജോർജ് പാരക്കൻ. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ SAT എന്താണ് പറയുന്നത്, സ്റ്റേറ്റ് സർവീസ് മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്ന കോടതി, സർവീസ് മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്ന കോടതി, അതിൻ്റെ ജുഡീഷ്യൽ മെമ്പറായിട്ട് അദ്ദേഹം ഇവിടെ സർവീസ് മാറ്റേഴ്സ് ഈസ് എ ജുഡീഷ്യൽ മെമ്പർ. അപ്പം അദ്ദേഹം ഒരു ദിവസം ഒരു ഫോൺ വിളിക്കുന്നുണ്ട്. എനിക്കൊന്ന് SBI കോളേജ് പോലും പറഞ്ഞാൽ ഒന്ന് വരാം ഓഫീസ്. പക്ഷേ നമുക്ക് അദ്ദേഹമാണ് ഡൽഹിയിൽ ഈ SBI കോളേജ് അലുമിനി അസോസിയേഷൻ ഉണ്ടാക്കി. നമുക്കിവിടെ ഉണ്ടാക്കും തീർച്ചയായിട്ടും. അപ്പം ഇവിടെ എത്ര പ്രത്യേകിച്ച് എനിക്കറിയാം. ഇവിടെ ഒരുപാട് അലുമിനി അസോസിയേഷൻ ഉണ്ടാകും, ഒരു 5-6 എണ്ണം. ഇടയ്ക്കിടയ്ക്ക് കൂടും, വല്ലതും പറയും പിരിയും, വേറെ ഗ്രൂപ്പ് കൂടും പിരിയും. അങ്ങനെ ചെതറിക്കിടന്ന് ചില ഗ്രൂപ്പിങ്സ് ആണ് ഉണ്ടാകും. അപ്പോൾ സാറ് ഈ പാറക്കൻ സാറ് വന്നപ്പോൾ അദ്ദേഹം ചെയ്തത് റോബിൻസ് കളക്ട് ചെയ്ത നമ്പർ കളക്ട് ചെയ്യാം കൊടുത്തു. ആ കളക്ട് ചെയ്ത ആൾക്കാരെ വിളിച്ചിട്ട് അവരെ കൊണ്ട് വേറെ നമ്പറുണ്ട്. അങ്ങനെ സ്നോബോൾ ചെയ്ത് ഏതാണ്ട് 800 പേരെ നമ്മൾ ഐഡൻറ്റിഫൈ, 800 ഈ കൊച്ചി നഗരത്തിൽ, 800 800 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ടാണ് ഞങ്ങൾ ആദ്യത്തെ മീറ്റിംഗ് ഇവിടെ ആശീർവദിച്ചത്. The first meeting we had around 260 number of people. അപ്പം അതിൽ ഈ പീരീഡ് അങ്ങോട്ട് വളരെ ആക്റ്റീവുള്ളൂ. ഞങ്ങളുടെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊച്ചിയിൽ നടന്ന ഏറ്റവും വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ അവസാനം നടത്തിയത്. അതായത് പടലിവേൽ ത്യാഗരാജൻ എന്ന് പറയുന്ന തമിഴ്നാട് ഫിനാൻസ് മിനിസ്റ്റർ, മുൻ ഫിനാൻസ് മിനിസ്റ്റർ, ഇപ്പോഴതിൻ്റെ IT മിനിസ്റ്റർ. ഇദ്ദേഹം വളരെ പ്രഗത്ഭനാണ്. പുള്ളി പഠിച്ചത് ഹാർവാർഡിൽ പഠിച്ചതാണ്. ഫിനാൻസിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എനിക്കൊന്നത് വലിയ പല ബാങ്കുകളുടെയൊക്കെ വൈസ് പ്രസിഡൻ്റായിട്ടും ഒക്കെ ഇരുന്ന ആളാണ്. ഈസ് വെരി വെൽ വേഴ്സ്ഡ് ഇൻ ഫൈനാൻസ് ആൻഡ് എക്കണോമിക്സ്. പടലിവേൽ ത്യാഗരാജൻ അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് ലാസ്റ്റ്. ഇവിടെ IMA എൻ്റെ അടുത്താണ്. ഞങ്ങൾ ഇരിക്കുന്നത് തന്നെ സ്റ്റേഡിയം ലിങ്ക് റോഡാണ്, കലൂർ എന്നുള്ള റോഡാണ്. തൊട്ട് മുമ്പിൽ IMA ഹോളിൽ വെച്ചാൽ നടത്തിയത്.
അത് വളരെ വെൽ റിസീവ്, എക്സ്റ്റൻസീവ് പബ്ലിസിറ്റി കിട്ടി. അതിൻ്റെ ഒരു പ്രധാന കൂടി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത് ജോർജ് പാർക്കൻ തുടങ്ങി വെച്ചു. പിന്നീട് ഇതിൻ്റെ സാരഥി ഏറ്റെടുത്തത് ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ. നിങ്ങൾക്കറിയാം, അദ്ദേഹം ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ്. വേൾഡിലെ ഇന്ത്യയിൽ വെൽ നോൺ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്. അദ്ദേഹമായിരുന്നു അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഞാനായിരുന്നു എൻ്റെ സെക്രട്ടറി. അപ്പം അടുത്തായിട്ട് ഞാൻ പറഞ്ഞു മാറ്റം പറഞ്ഞുകൊണ്ട് പറഞ്ഞു വെച്ചു. അതുപ്രകാരം നമ്മുടെ തേവര കോളേജിൽ ജോയി പി ജോസഫ് അദ്ദേഹത്തോട് സെക്രട്ടറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചില ഇത്രയുള്ളൂ. ഞാൻ അതിൻ്റെ പുള്ളിയുടെ അതിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷേ ഫലഭാഗത്ത് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് അഭിപ്രായം. കാരണം ഞാൻ എത്രയോ വർഷമായിട്ട് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ കൂടെ ഉണ്ടാവും, ഒരു സംശയമില്ല. അതെ. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ഫോക്കസ് ഇവിടെ, ഞങ്ങളുടെ ആ സമയത്ത് ഫോക്കസ് എന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഓർഫനേജെന്നോ അല്ലെങ്കിൽ സീനിയർ ലിവിംഗ് എന്നൊക്കെ ഐഡിയാസ് അതിലും പ്രായോഗികമാണ് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തതിന് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ വി യൂസ് ടു ഹാവ് ഫാമിലി കിട്ടും. ഒരു 10-20 പേര് ഫാമിലിയോടെ 20 പേര് വീട്ടിൽ നടത്താൻ പറ്റില്ലെങ്കിൽ വേണ്ട വേറെ ഉണ്ടെങ്കിൽ ഈ ഫൈൻ സം പ്ലേസസ്. അങ്ങനെ ഞങ്ങളുടെ കുട്ടികൾ, നമ്മുടെ വീട്ടിലെ പിന്നെ സ്ത്രീകൾ, ഇവരൊക്കെ തമ്മിൽ ഇപ്പോൾ വളരെ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പോയ സ്ഥലങ്ങൾ പറയും. ഡൽഹിയിൽ പോയി ഒരു 7 ഫാമിലീസ് ഡൽഹിയിൽ പോയി. അവിടുത്തെ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ താമസിച്ചു. അവരുടെ മീറ്റിംഗ് പങ്കെടുത്തു. ഞങ്ങൾ ഡൽഹി, ആഗ്ര, രാജസ്ഥാൻ ഇതെല്ലാം കറങ്ങിട്ടു. അത് ഈ പാർക്കൻ സാറാണ് ഇതുകൂടെ അറേഞ്ച് ചെയ്തത്. അദ്ദേഹം ഡൽഹി ഹൈക്കോടതി വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാ സഹായവും. ടായ്പുകളെ കാണാൻ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് VIP ഗ്രൂപ്പാണ്. നമ്മൾ ക്യൂതിക്കേണ്ടി വന്നില്ല. VIP ഇല്ല. ഞങ്ങൾ താമസിച്ചത് സിവിൽ സർവീസ് അക്കാഡമിയിൽ താമസിച്ചത്. ഞങ്ങൾക്ക് അതുപോലെ സപ്പോർട്ടീവായിരുന്നു. കാരണം SB കോളേജിൻ്റെ മഹത്വമാണ്. അവിടെ ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ അലുമിനി മെമ്പേഴ്സോട് വന്നു. മേലഴകത്തിൻ്റെ പറയുന്നത് ഒരു മേലഴകം, IESCയുടെ മേലഴകം, എക്സിബിറ്റ് വാസ് ദേർ. അങ്ങനെ കുറേ വളരെ കേണൽ ഞങ്ങൾ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റോയിലുണ്ടായിരുന്നു ഒരു പിന്നെ നടക്കൽ ഉണ്ടായിരുന്നു. ഒരുപാട് വളരെ ഉന്നത പൊസിഷനുള്ള ഒരുപാട് പേര് അവിടെ ഞങ്ങളെ റിസീവ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മീറ്റിംഗ് കൂടെ നടത്തും. അത് SB കോളേജ് മാത്രമേ പറ്റത്തുള്ളൂ. അത്രയും ഒരു എന്താ പറയുക, എല്ലാ മേഖലയിലും വ്യത്യസ്തമായ എത്രയോ ജസ്റ്റിസുമാരുണ്ട്. ഞങ്ങളിങ്ങനെ കൊണ്ട് ബിഷപ്സിൻ്റെ എണ്ണം എത്രയോ ബിഷപ്പന്മാർ, ഇവരെല്ലാം കൂടെ കൂടെ തോന്നുന്നു ബിഷപ്പന്മാരല്ല. ഇവിടെ പഠിച്ചവരൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മുടെ ഓർമ്മയുണ്ട് സഹോദരണ്ടായിരുന്ന നമ്മുടെ ഈ CSI ബിഷപ്പ് മഹാഡവയുടെ ദാനിയൽ പിതാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിയെ കാണാൻ അദ്ദേഹം പറഞ്ഞു, ദൈവത്തെ ഓർത്ത് എൻ്റെ പഴയ പേര് വിളിക്കണ്ട, പഴയ പേര് മാത്രം വിളിക്കുന്നു, ബാക്കിയൊക്കെ നമുക്കെല്ലാം ഒരു നിക്നെയിം ഉണ്ടല്ലോ. ഹോസ്റ്റലായിരിക്കുമ്പോഴത്തേക്ക് നിക്നെയിം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ അലുമിനി, അപ്പോൾ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ മകൾ, അത് നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കും, മല്ലപ്പള്ളിക്കാരൻ വാഴക്കുഴിയാണ്, പറയീസ് വാഴക്കുഴിയുടെ മകളുടെ കല്യാണത്തിന് ഞങ്ങൾ കുളംപോയി എല്ലാവരും കൂടി 5-8 ഫാമിലീസ് കുളംപോയി. ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. സ്വന്തം വീട് കൊണ്ട് നമ്മളൊരു കൊട്ടാരമുണ്ട്. അവരുടെയൊക്കെ എല്ലാ ഫംഗ്ഷനിലും ഞങ്ങൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും. കുടുംബ ബന്ധങ്ങൾ അത്രപോലെ ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഫാമിലി ബോണ്ടിങ് 50 വർഷം മുമ്പിലത്തെ കാര്യമാണെങ്കിൽ പോലും ഇന്നും താജ, ഇന്നും ലൈവാണ്. നമുക്ക് ആ ഒരു പാഷനോട് പറയാം. ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴെല്ലാം സെയിം അതാണ് നമുക്ക് ഫീലിങ്സ്. നമ്മുടെ ഈ ഇതിലുള്ള ഒരു പാഷൻ അതാണ്. ഈ പുതിയ തലമുറയ്ക്ക് എന്തുമാത്രം നിൽക്കുന്നത്, നമ്മുടെ തലമുറയ്ക്ക് ഏതായാലും കോളേജിലൊക്കെ പോകുന്ന പിള്ളേർക്ക് ആ ഒരു ലെവലല്ല ഡിഫറൻസ്. എനിവേ, താങ്ക് യു സോ മച്ച് സാർ. നമുക്ക് അടുത്ത ഒരു ചെറിയ സാറിൻ്റെ കുടുംബത്തെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു, എറണാകുളത്തെ ലൈഫിനെ പറ്റി കൂടെ ഒന്ന് പറഞ്ഞു. ഒരു കുഗ്രാമക്കാരനായിട്ടാണ് വന്നെങ്കിലും ഇടയ്ക്കെടുക്കുന്ന ഞാൻ പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായ കാര്യം. അണ്ടംപേട്ടിലും എറണാകുളത്തിനും ഇടയ്ക്ക് എനിക്ക് SB കോളേജ് ഉണ്ടായി. അണ്ടംപേട്ടിൽ നമ്മൾ എനിക്കവർക്ക് അറിയാമല്ലോ അവിടുത്തെ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ. അവിടുന്ന് ഞാൻ വന്നിട്ട് SB കോളേജിൽ നിന്ന് ആക്ച്വലി ഒരു SB പ്രോഡക്റ്റായിട്ട് ബെർഗ്മനായിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റേതായ എന്താ പറയുക, ആഴ്വാചാരി തമ്പരാക്കന്മാരുടെ പോലെ ഇവിടെ വരുമ്പോൾ ഒരു അക്സെപ്റ്റൻസും നമ്മുടെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കും. അങ്ങനെ ആൽബർട്സ് വന്നു.
80-ലാണ് വരുന്നത്. 80 തൊട്ട് കണ്ടിന്യൂ ചെയ്തു വന്നു. അതിൽ ഞാൻ എൻ്റെ കുടുംബം പറഞ്ഞാൽ ഞാൻ എൻ്റെ വൈഫ് റോസി മാത്യു, പുള്ളിക്കാരി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർഡിങ്ങിൻ്റെ വേണ്ട റിട്ടയർ ചെയ്യുന്നത്. അവർ പാമ്പാടി കുറ്റിക്കൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു വീടവിടെ. റോസിയുടെ ഫാദർ ആൻഡ്രസ് പ്രൊഫസർ കെ മാത്യു, സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫൗണ്ടർ, ഇവിടുത്തെ HOD ആയിരുന്നു ഫാദർ പ്രൊഫസർ കെ മാത്യു. പിന്നെ റോസി, അവർ രണ്ടുപേർ, റോസിയുടെ ബ്രദർ UK റോസി. പിന്നെ എനിക്ക് 2 മക്കളാണ്, റോഷിനി മൂത്തത്, പിന്നെ ജേക്കബ് ചാക്കോച്ചിനുണ്ടാവുന്നതാണ്. അപ്പോൾ 2 പേരും അവർ MS ചെയ്ത് US. ജേക്കബ് UMass ബോസ്റ്റൺ, അവിടെ നിന്നാണ് പിന്നെ MS ഇൻ കമ്പ്യൂട്ടർ സയൻസ്. റോഷിനി സിമ്മൻസ് കോളേജിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ്. റോഷിനിയുടെ ഹസ്ബൻഡ് അവർ 2 പേരും അവിടെ മാൾഡൺ ബോസ്റ്റണിലാണ്. അവർ പക്ഷേ ആഫ്റ്റർ 15 years they took a bold decision. അവർക്ക് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. 2ാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ അവർക്ക് ഹാപ്പിക്കാം ഇവിടെ ഉണ്ട്. മോൻ അവിടെ തന്നെയാണ് ബോസ്റ്റൺ, മോൻ്റെ വൈഫും. അപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ PG ഇൻ കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ മോനെ ഇൻഫോസിലായിരുന്നു, ടോട്ടലോ ഇൻഫോസിലായിരുന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് പോയി അവിടെ PG ചെയ്തു, അവിടെ തന്നെ ജോലി ചെയ്തു. അപ്പം ഞാനിപ്പോൾ താമസിക്കുന്നതാണ്. ഇപ്പം മിസ്റ്റർ ഉമ്മനെ അറിയാം, അവിടെ ഇരിപ്പുണ്ട്. അതാണ് എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത്, കൊച്ചി ലൈഫ് എന്ന് പറയുന്നത് ഈസ് ബേസിക്കലി ഒരു ബിസിനസ് ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് സിറ്റിയാണ്. ബട്ട് സ്റ്റിൽ അക്കാഡമിക്സ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും അക്കാഡമിക്സ് റെസ്പെക്ട് ചെയ്യുന്നത് സാധനമാണ്. ഇവിടെ തന്നെ അത് തമാശ. ഇപ്പം ഈ റോഡിൽ തന്നെ നടക്കാൻ പോകുമ്പോൾ തന്നെ 4 സ്പീക്കർ 2 ഒരു ജന്മക്കാരാണ്. കട്ടപ്പുറത്തൊരു ഒരു പെട്രോൾ ടെസ്റ്റ് ഉണ്ടാവും. അവിടെ ജന്മക്കാരാണ്, തിരുവല്ലക്കാരാണ് പോകുന്നത്. അത് ജന്മക്കാർ തിരുവല്ലക്കാരുടെ ഒരു 4% SB പഠിച്ചിട്ടാണ്. ഈ റോഡിൽ, ഈ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ തന്നെ സെൻട്രൽ ഫ്രാൻസ് കോളേജിൽ പഠിച്ചത് 4% മേഖലകളിൽ വർക്ക് ചെയ്യും. അപ്പം പണ്ട് തോമസ് രവി പറയാറുണ്ട്, എറണാകുളത്ത് ആദ്യ കാലത്ത് വരുമ്പോൾ ഏതെങ്കിലും ഓഫീസിൽ നിന്ന് നോക്കും, അല്ലെങ്കിൽ ചോദിക്കും ഇവിടെ SB കോളേജ് പഠിക്കാൻ ആരെങ്കിലും ഉണ്ടോ ചോദിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. തോമസ് രവി എന്ന് പറയുന്നത് മനോരമയുടെ സർക്കുലേഷൻ മാനേജറായിട്ട് റിട്ടയർ ചെയ്താണ്. സർക്കുലേഷൻ സീൻ ഓഫ് ഡയറക്ടറാണ്. പുള്ളിയായിരുന്നു ദുഷ്യന്തൻ. അവിടെ ആദ്യത്തെ ശാന്തം നടന്ന ദുഷ്യന്തൻ, അതെന്താ വർഷമുണ്ടായി. ഈ ശാന്തം നടന്ന ദുഷ്യന്തന് മറ്റത് ശകുന്തള ഒരു അവസരത്തിലാണ്. അവസരം എന്ന് പറയുന്നത് കൺസൾട്ട് ആന്ധ്ര. അപ്പം ഈ ശകുന്തളയും ദുഷ്യന്തനും കണ്ടുപിടിയ സാഹചര്യം ഉണ്ടായി. ഇവരെ നാടകം കഴിഞ്ഞാൽ പിരിഞ്ഞു, അറിയത്തില്ല, ആരും അറിയത്തില്ല. നമ്മുടെ ഇവിടെ ആദ്യത്തെ SB കോളേജ് അലിമുറി ഫംഗ്ഷൻ വന്നപ്പോഴാണ് ഇവർ 2ാമത് കണ്ടുപിട്ടത്. അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്. അപ്പം ഞാനാ വിളിച്ചോണ്ട് വന്നത്. ഞാൻ പറഞ്ഞു, സുമിച്ചാ ഞാൻ പുള്ളി അറിയോ? രവിയല്ലേ? അതെ, രവിയല്ലോ. ഇവിടെ തൻ്റെ ദുഷ്യന്തൻ. പിന്നെ സിബി മലയിൽ നമ്മുടെ സിബി മലയിൽ നമ്മുടെ എല്ലാ ഫംഗ്ഷനും വരും. സംവിധാനമുണ്ടല്ലോ സിബി മലയിൽ, ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഇവിടെ ഇപ്പോൾ ഫേമസ് ഈസ് ഓൾസോ അലമിനെയാണ്. ഒത്തിരി പ്രഗത്ഭരായുണ്ട്. നവാസ് മീരാൻ നമ്മുടെ ഇതില്ലേ കരിപ്പൗഡറിൻ്റെ ഉണ്ടല്ലോ ഒരു ഈ സ്ഥലത്ത് ഇൻഡസ്ട്രീസ്, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇവിടെ ഈ എറണാകുളം നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഈ റീറ്റെയിൽ ക്രോക്കറീസ് ഇരിക്കുന്നു. നോട്ട എന്നുള്ള പ്രോഡക്റ്റ് അവരിവിടെ മാനുഫാക്ചറിങ്, അതിൻ്റെ ഉടമസ്ഥൻ കൊട്ടാരം. അവർ 4 പേരോടെ പഠിച്ചത്, 4 പേര് SB കോളേജുകാരാണ്. പിന്നെ വേറെ ഉണ്ട് റെന്നി കേട്ടിട്ടുണ്ടോ? ചാട്ടർകൊണ്ടല്ല. റെന്നിയാണ് ഈ കൊക്കോ ബീറ്റിനുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ബോൾ ഫ്രെയിംസ് ഉണ്ട്, പുള്ളി ഒരുപാട് ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പേര് നമ്മുടെ ചാർട്ടർ അക്കൗണ്ട്സ് ഒരുപാട് പേരുണ്ട്. മോസ്റ്റ് ഓഫ് ദ ലീഡിംഗ് ചാർട്ടർ അക്കൗണ്ട്സ് ഇൻ കൊച്ചിൻ സിറ്റി മെനി ആർ ഫ്രം SB കോളേജ്. VC ജെയിംസ്, പിന്നെ ഇൻകാച്ചൻ, നമ്മൾ അത് ജോസഫ് തോമസ്, 2 ജോസഫ് തോമസ്മാര്, MC ജോസഫ്, ഇതൊക്കെ SB കോളേജ്. ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാ ഫീൽഡിലും ബഹുമാനപ്പെടുത്തി. അതുപോലെ നമ്മുടെ ഇൻകം ടാക്സ് കമ്മീഷണേഴ്സ് പഠിച്ചു. 2 പേരും ഉണ്ടായിരുന്നു. മാധവൻ നായർ പറഞ്ഞുള്ളൂ ആർക്കെങ്കിലും. ഞാനിപ്പോൾ മാധവൻ നായർ വർക്കാക്കാരില്ല, അദ്ദേഹത്തെ വർക്കാക്കാരി. ഞാൻ എൻ്റെ ഓർമ്മയാണ്. അതായത്
അദ്ദേഹം അവിടുത്തെ കേസുകാരനാണ്. കേസിയോ? ഏക കേസുകാരനാണ്. അദ്ദേഹം സൈക്കിളിലാണ് വരുന്നത്. ഒരുപാട് സീനിയറാണ്, നമ്മളൊക്കെ കൂടെ പോയിട്ടുള്ള ആളാണ്. ഇദ്ദേഹത്തെ സൈക്കിൾ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു പേര് ഏതോ KC-ലാണ് കോളേജിൽ ഏറ്റവും മുകളിൽ കൊണ്ട് താഴോട്ട്. നമ്മളെല്ലാം ചിരിക്കാം, നമുക്ക് എന്തിനാണ്. അദ്ദേഹം ഇവിടുത്തെ ചീഫ് കമ്മീഷണർ, ഇവിടുത്തെ മാത്രമല്ല ഇവർക്ക് ബോർഡ് മെമ്പറാണ്. അതോ അതിൻ്റെ കൂടെയുള്ള ഒരു ലൂയിസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ ഞാൻ കണക്ഷൻ ഉണ്ട്. നമ്മുടെ ജസ്റ്റിസ് രവികുമാർ ജസ്റ്റിസ് സുപ്രീം കോടതി റിട്ടയർ ചെയ്തു, അതൊക്കെ നമ്മുടെ അവിടെ പഠിച്ചാണ്. പിന്നെ so many justices. We have good connection and contact with them. അതെല്ലാം വിളിച്ചാൽ പറയാം. എല്ലാവരുടെ പേരെനിക്ക് ഓർമ്മയില്ല. കൊച്ചി നഗരത്തിൽ പല മേഖലകളിൽ SB കോളേജുകാർക്ക് നല്ല their own position, their own acceptance in various fields. അതാണ് വളരെ വ്യത്യസ്തമായ ഫീൽഡുകളാണ്. അധ്യാപകര്, ഡോക്ടേഴ്സ്, പ്രീസ്റ്റ്, ജസ്റ്റിസ്, അഡ്വക്കേറ്റ്സ്, എല്ലാ മേഖലയിലും. താങ്ക് യു സോ മച്ച്. സാറിൻ്റെ അഭിമുഖം സത്യത്തിൽ ഞാനൊരു സ്റ്റുഡൻറ്റും ടീച്ചറും ഇരിക്കുന്ന അതേ ലെവലിലാണ് ഞാൻ അനുഭവപ്പെട്ടത്. ഞാൻ സ്റ്റുഡൻ്റായിട്ട് സാർ അതേ രീതിയിലാണ് ആക്ഷനും എക്സ്പ്രഷനൊക്കെ സംസാരിച്ചത്. വളരെ വളരെ സന്തോഷം. സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. സാറിനെ കണ്ടുമുട്ടിയതിൽ അതീവ സാറിൻ്റെ പേര് ഒന്നുകൂടെ ഒന്ന് ടോട്ടലി ഒന്ന് പറയാമോ? എൻ്റെ പേര് റോബിൻസ് ജേക്കബ്. റോബിൻസ് MA. താങ്ക് യു.